ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഏറ്റവും അവസാനം നമ്മൾ എക്സോർ ആൻഡ് എക്സ്നോർ ഗേറ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഓൺലി ആൻഡ് ഓപ്പറേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ എക്സ് ഓർ ഓപ്പറേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഓൺലി ഓർ ഓപ്പറേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ എക്സ് നോർ ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞു. നമ്മൾ പ്രൂവ് ചെയ്തു. ട്രൂ അല്ലാത്ത എക്സ്പ്രഷൻസ് നമ്മൾ എഴുതി, ട്രൂ ആവുന്ന എക്സ്പ്രഷൻസും നമ്മൾ എഴുതി. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആ കാര്യങ്ങൾ കവർ ചെയ്തു. അതിന്റെ ബേസിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും നോക്കാം. റൈറ്റ് ഓൺ ദ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവര് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ കുറച്ച് ഈക്വാലിറ്റീസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് എ XOR B XOR C. സോറി, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് A dot B XOR C was equal to A dot B XOR A dot C. That implies and operator is distributive over XOR. Right? But the true idle expression that is true. This is true. And operation is distributive over XOR. Similarly, നമ്മൾ ഇതിന്റെ ഡ്യുവൽ എടുക്കുകയാണെങ്കിൽ A or B XOR C യുടെ ഡ്യുവൽ B XNOR C equals and ഡ്യുവൽ OR ആണ് E or B. XOR ന്റെ ഡ്യുവൽ XNOR ആണ്. and ഡ്യുവൽ OR ആണ്. അപ്പം ഈ എക്സ്പ്രഷൻ ഫസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ ഡ്യുവൽ എക്സ്പ്രഷൻ ആണ് സെക്കൻഡ് എക്സ്പ്രഷൻ. സോ ദിസ് എക്സ്പ്രഷൻ ഈസ് ഓൾസോ ട്രൂ. റൈറ്റ്? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ? റൈറ്റ്, ഓക്കെ. അതിന്റെ കൂടെ തന്നെ നമ്മൾ വേറെ കുറച്ച് എക്സ്പ്രഷൻസ് കൂടെ പറഞ്ഞു. A or B XOR C is not equal to A or B XOR with A or C. A or C. That implies OR operation is not distributive over XOR operator, and that is a false statement. So I have put a not equal to sign. These two are equal. നമ്മൾ ഇതിന് ഡ്യുവൽ എടുക്കുമ്പം അതും നോട്ട് ഈക്വൽ ടു ആയിരിക്കും. എയുടെ ഡ്യുവല് എ തന്നെയാണ്, ഓറിന്റെ ഡ്യുവല് ആൻഡ് ആണ്. റൈറ്റ്, ആൻഡ് ആണ്. എക്സോറിന്റെ ഡ്യുവല് എക്സ് നോർ ആണ്. നോട്ട് ഈക്വൽ ടു തന്നെയാണ്. എ ഡോട്ട് ബി ആയിട്ട് മാറും, ഡ്യുവൽ ഓഫ് എ ഓർ ബി. എക്സ് ഓർ എക്സ് നോർ ആയിട്ട് മാറും. എ ഓർ ബി സോറി എ ഡോട്ട് സി എ ഓർ സി എ ഡോട്ട് സി ആയിട്ട് മാറും. സോ ദിസ് ഈസ് ഓൾസോ നോട്ട് ഈക്വൽ. റൈറ്റ്? അതിന്റെ കൂടെ നമ്മൾ XOR ഓപ്പറേഷന്റെ കാര്യം ഇവിടെ ചെക്ക് ചെയ്തായിരുന്നു. ദാറ്റ് ഈസ് just one.
A XOR inside the bracket B XOR C is not equal to A XOR B XOR A XOR C. Even XOR operator is not distributive over XOR. Only AND operator is distributive over XOR. Okay, so this is not equal to. Similarly, നമ്മൾ ഇതിന്റെ ഡ്യൂൽ എടുക്കുകയാണെങ്കിൽ നേരത്തെ എടുത്ത പോലെ തന്നെ ഡ്യൂൽ എടുക്കുമ്പം ഡ്യൂൽ എക്സ്പ്രഷൻ A XOR is XNOR B XNOR C C യുടെ ഡ്യൂൽ C തന്നെയാണ് not equal to A യുടെ ഡ്യൂൽ A തന്നെയാണ് XOR will change to XNOR B XNOR A XNOR C. So that is also not true, right? അപ്പം അത് ലോജിക്കലി ഓർത്തിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക. എന്താണ്? ഓൺലി ആൻഡ് ഓപ്പറേറ്റർ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ XOR. അല്ലെ, ഇതാണ് ആൻഡ് ഓപ്പറേറ്റർ ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് 1 2 അല്ലെ, രണ്ടായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ഓപ്പറേറ്റർ ഉള്ളൂ ആൻഡ്, അത് രണ്ടായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ബിറ്റ്വീൻ B and C. So only AND operator is distributive over XOR. വേറൊരു ഓപ്പറേറ്ററും XOR ഡിസ്ട്രിബ്യൂട്ടീവ് അല്ല. അത് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് ട്രൂ ആണെങ്കിൽ ഇതിന്റെ ഡ്യുവലും ട്രൂ ആണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. A or B XNOR C equal to A or B XNOR A or C. That implies only OR operator is distributive over XNOR. Even XOR operator is not distributive over XOR itself. Similarly, XNOR operator is not distributive over XNOR itself. Right, you guys asking some doubts. XOR is not distributive over and XNOR is not distributive over and. We have not seen OR is not distributive over XOR. Let me check that. XOR is not distributive over OR. Let me check that. Last class. That was the last topic in the last class. All right, okay. Yeah, that is true. XOR is not distributed. XOR is not distributed over OR. That is correct. XNOR. Then even XOR operator is not distributed over XOR. Right. And is distributive over XOR. Similarly, OR is distributive over XNOR. Okay. Right. So you can verify these two cases. Right. നിങ്ങൾ വെരിഫൈ ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് കേസസ് യു ക്യാൻ വെരിഫൈ ദിസ്. റൈറ്റ്, ഇതല്ലേ പുതുതായിട്ടുള്ളത് തേർഡ് വൺ ആൻഡ് ഫോർത്ത് വൺ. ശരിയല്ലേ? ഓക്കെ ആണോ? OR is not distributive, right? So these two expression, third and fourth, നിങ്ങൾക്ക് suitable എഴുതിയിട്ട് വെരിഫൈ ചെയ്യാം. ഓക്കെ ആണോ? റൈറ്റ്. മൂന്ന് പ്രോപ്പർട്ടീസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ്. ഫസ്റ്റ് എക്സ്പ്രഷൻ മാത്രം ഓർത്തിരിക്കാം.
ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാവുന്നതാണ്. Right. So please check third and fourth expressions. Okay. Right. So let us move into multiple input gates. Multiple input gates. With you okay ആണല്ലോ അല്ലേ? ലാസ്റ്റ് തേർഡ് ആൻഡ് ഫോർത്ത് മാത്രമല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തുള്ളൂ അല്ലേ? ബാക്കിയൊക്കെ പറഞ്ഞാണല്ലോ അല്ലേ? ഓക്കെ ആണോ? അത് രണ്ടും നിങ്ങൾ വെരിഫൈ ചെയ്യാം. തേർഡ് ആൻഡ് ഫോർത്ത്. ഓക്കെ അല്ലേ? റൈറ്റ്. ഓക്കെ, അത് രണ്ടും നിങ്ങൾ വെരിഫൈ ചെയ്യാം. ഓക്കെ. സോ മൾട്ടിപ്പിൾ ഇൻപുട്ട് ലോജിക് ഗേറ്റ്സ്. മൾട്ടിപ്പിൾ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ 2 ആവാം, 3 ആവാം, 4 ആവാം, എക്സെട്ര ആൻഡ് നമ്പർ ഓഫ് ഇൻപുട്സ് ആവാം. നമ്മൾ 2 ഇൻപുട്ട് ഗേറ്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ മൾട്ടിപ്പിൾ ഇൻപുട്ട് ആൻഡ് ഗേറ്റ് എടുക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ഇൻപുട്ട് ആൻഡ് ഗേറ്റില് എ ബി സി ലെറ്റ് us take 3 ഇൻപുട്സ്. ഔട്ട്പുട്ട് എപ്പോഴേ 1 ആവുള്ളൂ? ഔട്ട് ഓഫ് 8 കോമ്പിനേഷൻസ് ഇതിൽ മാത്രമേ ഔട്ട്പുട്ട് 1 ആവുള്ളൂ. ലാസ്റ്റ് കേസിൽ മാത്രമേ ഔട്ട്പുട്ട് 1 ആവുള്ളൂ. പ്രൊഡക്റ്റ് ആണെന്ന് നമുക്കറിയാം. സോ എത്ര ഇൻപുട്ട് ആണെങ്കിലും എല്ലാ ഇൻപുട്ട് 1 ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? ഔട്ട്പുട്ട് 1 ആവുള്ളൂ. സിമിലർലി നാൻഡില് നമുക്കറിയാം മൾട്ടിപ്പിൾ ഇൻപുട്ട് ആണെങ്കിൽ ലെറ്റ് us take 3 ഇൻപുട്ട് കേസ്. 000 1 ആയിരിക്കും, 001 1 ആയിരിക്കും. ഇതിൽ മാത്രമേ 0 ആവുള്ളൂ, 111 മാത്രമേ 0 ആവുള്ളൂ. സോ ദ പ്രോപ്പർട്ടി ഓഫ് ദ നാൻഡ് ഗേറ്റ്, എനി നമ്പർ ഓഫ് ഇൻപുട്ട് എന്താണ്? ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. പ്രോപ്പർട്ടി ഓഫ് ആൻഡ് ഗേറ്റ്, എല്ലാ ഇൻപുട്ട് 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 ആവുള്ളൂ. റൈറ്റ്. റൈറ്റ്. സിഗ്മ 1 2 3 4 5 6. കറക്റ്റ്. റൈറ്റ്. ദെൻ ഓർ ഗേറ്റിൽ വരുമ്പോൾ നമുക്കറിയാം ഈസിയാണ്. 3 ഇൻപുട്ട് കേസ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു കേസിൽ മാത്രമേ ഔട്ട്പുട്ട് എന്താവുള്ളൂ? 0 ആവുള്ളൂ. ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഓറിന്റെ പ്രോപ്പർട്ടി എന്താണെന്ന് നമുക്കറിയാം. എന്താ പ്രോപ്പർട്ടി? ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആവുകയാണെങ്കിൽ ഔട്ട്പുട്ട് 1 ആവും. റൈറ്റ്. സോ എല്ലാ കേസിലും ഔട്ട്പുട്ട് 1 ആയിരിക്കും എക്സെപ്റ്റ് ഫസ്റ്റ് കേസ് 000. That is the property of OR gate. Similarly, multiple input NOR gate. Let us take 3 input case. 000 to 111, 7, 8 cases. And the property of the NOR gate is that എപ്പോൾ മാത്രമേ ഔട്ട്പുട്ട് 1 ആവുള്ളൂ? എല്ലാ ഇൻപുട്ടും 0 ആണെങ്കിലും മാത്രമേ എന്താവുള്ളൂ? ഔട്ട്പുട്ട് 1 ആവുള്ളൂ. ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് എന്തായിരിക്കും? 0s ആയിരിക്കും. So NOR gate will produce a logic 1 at its output if all of its inputs are at logic 0. അത് വളരെ സിമ്പിൾ ആണ് മൾട്ടിപ്പിൾ ഇൻപുട്ട് ഗേറ്റ്സ്. Let us check the case of XOR and XNOR. അവിടെ കുറച്ച് കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവും. Let us check that. 3 ഇൻപുട്ട് ആണ് ഞാൻ ഇവിടെയും കൺസിഡർ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ഇൻപുട്ട് ഗേറ്റ്സിൽ XOR 3 ഇൻപുട്ട് ഗേറ്റ്, XNOR also let us take 3 inputs. Right. So let me write the combinations. ഈ രണ്ടെണ്ണം മാത്രം നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്തു പോകുന്നുള്ളൂ. താല്പര്യമുള്ളവർ മാത്രം എഴുതിയാൽ മതി കേട്ടോ, എഴുതേണ്ട ആവശ്യം, എല്ലാവരും എഴുതേണ്ട ആവശ്യമില്ല. XNORന്റെ കേസിൽ again 8 combinations. 2 power 3 is 8. 100, 101, 110, 111. So this is A XOR B XOR C. This is A XNOR B XNOR C. So let us check the outputs. Right. 000. So 0 XOR with 0. Result എന്തായിരിക്കും?
0. That 0 again XOR with 0. The result is 0. ശരിയാണല്ലോ, കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യത്തെ രണ്ട് ബിറ്റ് എക്സോർ ചെയ്തു, എയും ബിയും രണ്ടും സീറോസ് ആണ്. അതിന്റെ റിസൾട്ട് 0 ആയിരിക്കും. ആ റിസൾട്ടും സി ബിറ്റ് ആയിട്ട് എക്സോർ ചെയ്തു. സി ബിറ്റ് ഓൾറെഡി 0 ആണ്. അഗെയിൻ 0 XOR 0. The result will be 0 itself. Second entry 0 XOR 0. Result will be 0. That result 0 XOR with a 1. So I will get a 1. Right. 0യും 1ഉം XOR ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഡിഫറെന്റ് ഇൻപുട്സ് ആണ്. ഒന്ന് 0 ആണ്, ഒന്ന് 1 ആണ്. ഔട്ട്പുട്ട് 1 ആയിരിക്കും. തേർഡ് എൻട്രിയിൽ 0യും 1ഉം XOR ചെയ്യുമ്പോൾ റിസൾട്ട് 1 ആയിരിക്കും. ആ 1ഉം 0യും വീണ്ടും XOR ചെയ്യുമ്പോൾ റിസൾട്ട് 1 തന്നെയായിരിക്കും. ഓക്കെ ആണോ? ഫോർത്ത് എൻട്രിയിൽ 0 XOR with 1. Result will be 1. That 1 is XOR with again 1. That result will be 0. Right. Fifth entry 1 XOR with 0. Result will be 1. That result 1 XOR with another 0. So the result will be 1. Sixth entry 1 XOR 0. Result will be 1. That 1 is XOR with another 1. So the result will be 0. Second last entry 2 ബിറ്റും 1 ആണ്. So XOR operation will be 0. That 0 XOR with another 0. Result will be again 0. 0 ആയിരിക്കും. ലാസ്റ്റ് എൻട്രിയിൽ 2 1 XOR ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് 0 ആയിരിക്കും. That 0 XOR with 1. Result 1 ആയിരിക്കും. So that is the behavior of a 3 input XOR gate. Right? 3 input XOR gate. A, B, C. Right. Let us check XNOR keys. നമ്മൾ ഇതിന്റെ കോംപ്ലിമെന്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ anyway, let us check this. എയും ബിയും ആദ്യം XNOR ചെയ്യും. റിസൾട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ? എ XNOR ബി. ഫസ്റ്റ് എൻട്രിയിൽ രണ്ടും 0 ആണ്. സോ 0 XNOR 0. റിസൾട്ട് 1 ആയിരിക്കും. ആ 1ഉം 0 ആയിട്ട് XNOR ചെയ്യും. റിസൾട്ട് 0 തന്നെ ആയിരിക്കും. റൈറ്റ്. സെക്കൻഡ് എൻട്രി 0 XNOR 0. റിസൾട്ട് 1 ആയിരിക്കും. 1 XOR 1. 1 XNOR 1. 1 XNOR 1. റിസൾട്ട് 1 ആയിരിക്കും. ശരിയാണല്ലോ? സെക്കൻഡ് എൻട്രി 0 XNOR 0. റിസൾട്ട് will be 1. That result 1 XNOR with another 1. The output again will be 1 itself. Third entry 0 XNOR 1. Result will be 0. That 0 XNOR with another 0. The result will be 1. Fourth entry 0 XNOR with a 1. Result will be 0. 0 XNOR 1 again. The result will be 0. 1 XNOR 0. The result will be 0. 0 XNOR 0. The result will be 1. 1 XNOR 0. Sixth entry 1 XNOR 0. Result will be 0. 0 XNOR with 1. The result will be 0 itself. 1 XNOR 1. Result will be 1. That 1 XNOR with 0. The result will be 0. Last entry 111. 1 XNOR 1. The result will be 1. That 1 again XNOR with another 1. The result will be 1. Okay. Actually, we have expected complement behavior, but what we have is 0 here, 0 here, 1, 1, another 1, another 1, and a 0 corresponding to 0 double 1, 0 corresponding to 0 double 1, then another 1, 1, double 0, double 0, and a 1. And a 1. Right. They seems to be identical. അപ്പം 3 ഇൻപുട്ട് XNOR ഗേറ്റും 3 ഇൻപുട്ട് XNOR ഗേറ്റും ഐഡന്റിക്കൽ ആണെങ്കിൽ, ഒരേ ബിഹേവിയർ തന്നെയാണ് അവർ രണ്ടുപേരും തരുന്നതെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഗേറ്റ് മതിയല്ലോ. 3 ഇൻപുട്ട് XNORോ അല്ലെങ്കിൽ 3 ഇൻപുട്ട് XORോ ഏതെങ്കിലും ഒരെണ്ണം മതി. രണ്ടും നമുക്ക് ആവശ്യമില്ല. സോ ദ
definition of multiple input XOR or XNOR gates are different. So we have XORed bitwise, here XNOR bitwise. These two results are wrong. Okay, we will understand that later on. We'll understand that this result was true and this result was wrong. But anyway, right now we'll say that both these procedures are wrong while identifying the output of multiple input XOR and XNOR gates. So the definition of a multiple input XOR or XNOR gates are different. ആരും കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. Don't worry. നമുക്ക് നോക്കാം. So multiple input. So you keep your output values as such in your notebook. No problem. Right. And we'll prove that this is wrong and these values are correct. So let me write the definition of multiple input XOR multiple input XOR gate. It's very simple. Multiple input XOR gate will produce a logic 1, if and only if the number of ones at the input side is odd, right? So multiple input XOR gate definition വളരെ സിമ്പിൾ ആണ്. എത്ര ഇൻപുട്ട് ഉണ്ടായിക്കോട്ടെ, മിനിമം 2 ഇൻപുട്സ് ഉണ്ടാവും, മാക്സിമം എത്ര വേണമെങ്കിലും ആവാം. എത്ര ഇൻപുട്സ് ആണെങ്കിലും n നമ്പർ ഓഫ് ഇൻപുട്സ് ആണെങ്കിലും നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി, നമ്പർ ഓഫ് വൺസിന്റെ എണ്ണം ഓഡ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും, റൈറ്റ്? ജസ്റ്റ് നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിലോട്ട് പോവാണ്, റൈറ്റ്? അപ്പം നമ്പർ ഓഫ് വൺസ് ഓഡ് ആണെങ്കിൽ XOR ഗേറ്റ് ഔട്ട്പുട്ട് 1 പ്രൊഡ്യൂസ് ചെയ്യും, റൈറ്റ്? സോ ഫസ്റ്റ് കേസിൽ ഇവിടെ 000 ആണ്, ഒരു 1 പോലും ഇല്ല, 0 നമ്പർ ഓഫ് വൺസ് ആണ്. 0 will treat it as an even number. So number of ones are even, so output will be 0. Output എപ്പോഴേ 1 ആവുള്ളൂ നമ്മൾ പറഞ്ഞത്, if the number of ones at the input is an odd number, right? First കേസിൽ വൺസ് ഒന്നും തന്നെ ഇല്ല, so number of ones equal to 0, so 0 is an even number, so output will be 0. Next കേസിൽ 0 0 1 ആണ്, right? ഒരു 1 ഉണ്ട് ഇൻപുട്ടിൽ അല്ലേ, that is an odd number, so output is 1. Third entry 0 1 0 ലും ഒരു 1 ഉണ്ട്, odd number ആണ്, so output is 1, right? 0 1 1 ല് even number of ones ആണ്, so output is 0. odd number വരണം, ഇവിടെ even number ആണ്, 2 ones. 1 0 ല് odd number ആണ്, output is 1. 1 0 1 even, 1 1 0 even. 1 1 ല് 3 number of ones ഉണ്ട്, 3 is an odd number, so output will be 1. So odd number of inputs ആണെങ്കിൽ output 1 ആയിരിക്കും. സോ നമ്മളെ മൾട്ടിപ്പിൾ ഇൻപുട്ട് XOR ഗേറ്റിന്റെ ഡെഫിനിഷനും നമ്മൾ ബിറ്റ് വൈസ് XOR ചെയ്തപ്പോഴും അത് സെയിം ആയിട്ട് വന്നു. സോ ശരിക്കും പറഞ്ഞാൽ ബിറ്റ് വൈസ് XOR ചെയ്യേണ്ട ആവശ്യമില്ല, ബിറ്റ് വൈസ് XOR ചെയ്യാൻ പാടില്ല. മൾട്ടിപ്പിൾ ഇൻപുട്ട് XOR ഗേറ്റും XNOR ഗേറ്റ്സിന്റെ ഔട്ട്പുട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പം ഈ ഡെഫിനിഷൻ മാത്രം ഉപയോഗിക്കുക. എന്താ ഡെഫിനിഷൻ? ഇഫ് number of ones at the input is odd, then output will be 1. വളരെ സിമ്പിൾ ആണ്. പക്ഷേ ഈ ട്രൂത്ത് ടേബിള് മാച്ച് ആവുന്നുണ്ട്. 3 ഇൻപുട്ടിന്റെ കേസിൽ ആ ട്രൂത്ത് ടേബിള് മാച്ച് ആവുന്നുണ്ട്, നമ്മൾ എഴുതിയത് മാച്ച് ആവുന്നുണ്ട്. ക്ലിയർ ആണോ? XOR ഗേറ്റിന്റെ കേസ്. സോ 1 2 4 7, റൈറ്റ്? സോ സിഗ്മ, റൈറ്റ്, വെരി ഗുഡ്. സോ സിഗ്മ എപ്പോഴൊക്കെയാ മിൻ ടേംസ്? ഏതൊക്കെയാ മിൻ ടേംസ്? മിൻ ടേം 1 2 4 and 7, right? Very good. Odd number of ones with the min terms 1 ആണ്, that is 0 0 1.
2 ഉണ്ട് 0 1 0, right? Very good. 1 0 0 4 and a triple 1 7. So sigma 1 2 4 7. 3 input XOR gate in the midterms. Right, I think this is clear. Any doubts? Bitwise XOR ചെയ്യാൻ പാടില്ല while evaluating the output of multiple input XOR or XNOR gates. Right, okay. നമുക്കിനി XNORന്റെ ഡെഫിനിഷനിലോട്ട് പോകണം. Corresponding definition of multiple input XNOR gate. XNOR gate. വളരെ simple ആണ്. Similar to this, output will be 1 if and only if the number of ones at the input is even. Input is even. Very simple ആണ്. Number of ones നോക്കുക. XNOR gate ആണെങ്കിൽ ഇൻപുട്ടിൽ അത് ഈവൺ ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. എന്താവണം? ഈവൺ ആവണം. ഓക്കെ ആണോ? So let us go back to the initial slide. Even number of ones. Right. So first entry 000 ആണ്. Number of ones 0 ആണ്. 0 is an even number. So output will be 1. 001 odd number of ones on output will be 0. 010 odd number of ones on output will be 0. 011 even numbers on output will be 1. XNOR ന്റെ കാര്യം പറയുന്നത് കേട്ടോ. Multiple input XNOR gate. 100 odd number ആണ്. Onesന്റെ എണ്ണം odd ആണ്. ഒരു 1 ഉള്ളൂ. So output will be 0. Even 101 രണ്ട് 1 ഉണ്ട്. Even number output will be 1. 110 even output will be 1. 111 മൂന്ന് 1 ഉണ്ട്. അത് odd ആണ്. 0. So the truth table of 3 input XNOR gate is the second entry corresponding to orange color. Right? Second entry. Orange il എഴുതിയിരിക്കുന്നതാണ് correct ആയിട്ടുള്ള അതിന്റെ outputs. Right. Sigma 0356. Right. Very good. Multiple input XNOR gate le വരുന്ന മിൻ ടൈംസ് ഇതൊക്കെയാണ് കുട്ടികളെ. ABC 3 വേരിയബിൾസ് ആണെങ്കിൽ ഏതൊക്കെയാ? 0 0 3 5 6. Sigma 3 0 3 0 3 5 6. Right, very good. Sigma 0 3 5 6. Clear ആണോ? Right. Anu Roshni is saying that which is absent in XOR. Right, very good. That is also true. Those indexes which are absent in XOR will be present in XNOR because they are mutually complementary. So, ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ബിറ്റ് വൈസ് XOR ചെയ്യാൻ പാടില്ല. അപ്പൊ കുറച്ച് കുട്ടികൾക്ക് സംശയം ഉണ്ടാവാം. 2 ഇൻപുട്ടിന്റെ കേസിൽ 2 ഇൻപുട്ട് XOR ആണെങ്കിൽ so A, B and A XOR B. Right? 4 cases possible ആണ് അല്ലെ? 4 combinations. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മൾട്ടിപ്പിൾ ഇൻപുട്ട് XOR ഗേറ്റിന്റെ ഡെഫിനിഷൻ 2 ഇൻപുട്ടിനും വാലിഡ് ആണോ എന്ന് നമുക്ക് സംശയം തോന്നാം. അതും വാലിഡ് ആണ്. ഇത് XOR ഗേറ്റ് ആണ്. XOR ഗേറ്റ് എന്താ പ്രോപ്പർട്ടി? നമ്പർ ഓഫ് വൺസ് ഓഡ് ആവണം. ശരിയല്ലേ? സോ ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. 2 ഇൻപുട്ടിനും അത് വാലിഡ് ആണ്. ഇനി ബിറ്റ് വൈസ് XOR ചെയ്താൽ ഇവിടെ ട്രൂ ആവുന്ന ചിലപ്പോൾ സംശയം ഉണ്ടാവും അല്ലെ? ഇവിടെ ബിറ്റ് വൈസ് നിങ്ങൾ XOR ചെയ്ത് നോക്കിയാൽ 0 XOR 0 0 തന്നെയാണ്. 0 XOR 1 1 ആണ്. 1 XOR 0 1 ആണ്. 1 XOR 1 0 ആണ്. അപ്പൊ 2 ഇൻപുട്ടിന്റെ കേസിൽ ബിറ്റ് വൈസ് XOR ചെയ്യുമ്പോഴും മൾട്ടിപ്പിൾ ഇൻപുട്ട് ഗേറ്റിന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോഴും രണ്ട് കേസിലും അത് ട്രൂ ആയിട്ട് വരുന്നു. Similarly, in the case of XNOR gate, 2 input XNOR, 4 combinations are possible. Right? 0 0 1 0 0 1 1 ലും 1. അവിടെ നമ്മൾ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ എന്താ നോക്കിയ കുട്ടികളെ?
if number of ones at the input is even, output 1 ആവുന്ന പറഞ്ഞിട്ടുള്ളൂ അല്ലേ. So none of the inputs are at logic 1, 0. Number of ones is 0 ആണ് ഇവിടെ 0 0 അല്ലേ. 0 is an even number, so output will be 1. Odd, output will be 0. Odd, output will be 0. Last entry number of ones at the input is even, so output will be 1. So bitwise XOR, bitwise XNOR, 0 XNOR 0 1 ആണ് നമുക്കറിയാം. 0 1 0 ആണ്, 1 0 0 ആണ്, 1 1 1 ആണ് നമുക്കറിയാം. So bitwise XNOR and XOR are true for 2 input case, but that is not true in 3 input cases. Clear ആണോ? 2 ഇൻപുട്ട് വരുമ്പം നമ്മളെ ഡെഫിനിഷനും മാച്ചിങ് ആണ്, ബിറ്റ് വൈസ് XOR ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടും മാച്ചിങ് ആണ്. നോ ഇഷ്യൂസ്. ഓക്കെ, ബട്ട് ഇഫ് യു ആർ മൂവിങ് ഇൻ ടു 3 ഇൻപുട്ട് കേസ്, ബിറ്റ് വൈസ് റിസൾട്ട് ഈസ് ട്രൂ ഓൺലി ഫോർ XOR അല്ലെ. XOR അത് മാച്ചിങ് തന്നെയായിരുന്നു. But that is false for XNOR, right? And if you are moving into 4 input cases, A, B, C, നിങ്ങൾക്ക് 4 ഇൻപുട്ട് ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ ബിറ്റ് വൈസ് ചെയ്താലോ കിട്ടുന്ന റിസൾട്ടും ഡെഫിനിഷൻ അപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ടും 2 ഗേറ്റിലും സെയിം തന്നെ ആയിരിക്കും, റൈറ്റ്? So bitwise XOR or XNOR, and the definition is true for 2 input, 4 input, 6 input, 8 input, etc. Even number of inputs ആണെങ്കിൽ bitwise matching ആയിരിക്കും, definitionും matching ആയിരിക്കും. But odd number of inputs വരുന്ന കേസിൽ 3, 5, 7, etc. നമുക്കത് XOR മാത്രമേ വാലിഡ് ആവുള്ളൂ, XNOR അത് വാലിഡ് ആവില്ല. അപ്പൊ അത്രയും കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് പറയും, ഏത് ഇൻപുട്ട് ഗേറ്റ് ആണെങ്കിലും 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, 6 ആയിക്കോട്ടെ, എത്ര ഇൻപുട്സ് ഉണ്ടെങ്കിലും ഡെഫിനിഷൻ എന്താണ്? ദീസ് 2 ഡെഫിനിഷൻസ്. നമ്പർ ഓഫ് വൺസ് ഓഡ് ആണെങ്കിൽ XOR 1 ഔട്ട് ചെയ്യും, XNOR 0 ഔട്ട് ചെയ്യും. നമ്പർ ഓഫ് വൺസ് ഈവൺ ആണെങ്കിൽ XOR 0 ഔട്ട് ചെയ്യും, XNOR 1 ഔട്ട് ചെയ്യും. ആ കാര്യം ക്ലിയർ ആണോ? മൾട്ടിപ്പിൾ ഇൻപുട്ട് ഗേറ്റ്സ്. എനി ഇഷ്യൂസ്? വളരെ കുറച്ച് പേര് റിയാക്ട് ചെയ്യുന്നുള്ളൂ ക്വസ്റ്റ്യൻസിനോട്. വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഏതെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണോ? വീണ്ടും പറയേണ്ട ആവശ്യമുണ്ടോ? റിപ്പീറ്റ് ചെയ്യണോ? XOR ഗേറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തു. ബാക്കിയൊക്കെ സിമ്പിൾ ലോജിക് ഗേറ്റ്സ് ആണ്, ആൻഡും നാൻഡും നോറും നമ്മളത് ക്വിക്കായിട്ട് കവർ ചെയ്യും. ഓക്കെ ആണോ? റൈറ്റ്. ബാക്കിയുള്ളവർക്ക് ഓക്കെ എന്ന് കരുതുന്നു. കുറച്ച് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട്. ബിറ്റ് വൈസ് ഓപ്പറേഷൻ. ഓക്കെ, ഷനി ഈസ് ആസ്കിങ് അബൌട്ട് ബിറ്റ് വൈസ് ഓപ്പറേഷൻ. ബിറ്റ് വൈസ് ഓപ്പറേഷൻ വളരെ സിമ്പിൾ ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല അതിൽ. ബിറ്റ് വൈസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ 000 ആണെങ്കിൽ ആദ്യം നമ്മൾ AXNOR B എടുക്കും, അതായത് 0 XNOR 0 ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും? XNOR ആണ്, 1 റിസൾട്ട് കിട്ടും. അടുത്ത ബിറ്റ് C എന്താണ്? 0 ആണ്. അപ്പൊ 1ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? തേർഡ് ബിറ്റ് C എന്ത് ചെയ്യും? XNOR ചെയ്യും. അപ്പൊ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുക? 0 ആണ് റിസൾട്ട് കിട്ടുക. ആ 0 നമ്മൾ അവിടെ എഴുതും. അതിനെയാണ് ബിറ്റ് വൈസ് XOR ഓപ്പറേഷൻ എന്ന് പറയുന്നത്, ബിറ്റ് വൈസ് XOR ഓർ XNOR. അപ്പൊ ബിറ്റ് വൈസ് ചെയ്യുമ്പം 3 ഇൻപുട്ട് ആണെങ്കിലും 5 ഇൻപുട്ടിലൊക്കെ ആണെങ്കിൽ റോങ് ആയിട്ടാണ് ആൻസേഴ്സ് വരിക. ഏതിന്റെ കേസിൽ? XNORന്റെ കേസിൽ. ഈവൺ ഇൻപുട്സ് ആണെങ്കിൽ ബിറ്റ് വൈസ് ചെയ്താലും ഡെഫിനിഷൻ അപ്ലൈ ചെയ്താലും കറക്റ്റ് ആയിരിക്കും. അപ്പൊ ബിറ്റ് വൈസിന് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ബിറ്റ് വൈസ് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഓൺലി ഡെഫിനിഷൻ മാത്രം നമ്മൾ ഫോളോ ചെയ്യും. ഓക്കെ ആണോ? എന്താ ഡെഫിനിഷൻ? എത്ര ഇൻപുട്ട് ആയാലും നമ്പർ ഓഫ് വൺസിന്റെ എണ്ണം നോക്കും. ഓഡ് ആണെങ്കിൽ XOR ഗേറ്റ് ആണെങ്കിൽ ഓഡ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. XNOR ഗേറ്റ് ആണെങ്കിൽ ഈവൺ നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പൊ വേറെ കൺഫ്യൂഷൻസ് ഒന്നും അതിൽ വരില്ല. ഓക്കെ ആണോ? 4 ഇൻപുട്ട് 5 ഇൻപുട്സ് താല്പര്യമുള്ളവർക്ക് വീട്ടിൽ പോയിട്ട് ബിറ്റ് വൈസും ഡെഫിനിഷൻസും അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഓക്കെ, റൈറ്റ്? So that's about multiple input XOR and XNOR gates. Shani, okay, right? Okay.
ടു ഇൻപുട്ട് കേസിൽ എല്ലാം വാലിഡ് ആണ്. ഓക്കെ, നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ സെൽഫ് ഡ്യുവൽ ഫങ്ഷൻസ് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു കാര്യം, സെൽഫ് ഡ്യുവൽ ഫങ്ഷൻസ് എന്താന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇപ്പൊ നമുക്കൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ എഫ് ഓഫ് എ കോമ ബി ഉണ്ടെങ്കിൽ അതിന്റെ ഡ്യുവൽ എടുക്കുമ്പം എഫ് ഡി എടുക്കുന്ന സമയത്ത് സെയിം ഫങ്ഷൻ തന്നെയാണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? സെൽഫ് ഡ്യുവൽ ഫങ്ഷൻസ് എന്ന് പറയും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അത് ഡുവാലിറ്റി പ്രിൻസിപ്പിളിന്റെ ബാലൻസ് ടോപ്പിക് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ മെനി ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹൗ മെനി, റൈറ്റ് ഡൗൺ ദി ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ഫ്രം duality principle, self dual functions. How many self dual functions are possible? Self dual functions are possible using n number of Boolean variables. How many self-dual functions are possible using n number of Boolean variables? അപ്പൊ അത് നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 2 ഇൻപുട്ട് കേസ് ജസ്റ്റ് എഴുതി നോക്കും, എന്നിട്ട് 3 ഇൻപുട്ട് കേസ് നമ്മൾ എഴുതി നോക്കും, എന്നിട്ട് നമ്മൾ ജനറൽ ആയിട്ടൊരു കണ്ടീഷൻ, ജനറൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ അറൈവ് ചെയ്യും. So let us take n equal to 2. Two variables. Let us take a and b. Right. രണ്ട് വേരിയബിൾസ് ആണെങ്കിൽ എത്ര മിൻ ടൈംസ് നമുക്ക് പോസിബിൾ ആണ്? 2 വേരിയബിൾസ് ഉള്ളൂ. എത്ര മിൻ ടൈംസ് പോസിബിൾ ആണ്? 2 power 2 4 മിൻ ടൈംസ് പോസിബിൾ ആണ്. ഏതൊക്കെയാണത്? 0 1 2 and 3. Okay, no? 0 1 2 and 3. So if we are forming a function f by taking different min terms in a proper way, we can generate self dual functions. അപ്പൊ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമുക്ക് 4 മിൻ ടേംസ് ഉണ്ട്. അതിനെ ഞാൻ 2 പെയർ ആക്കി മാറ്റുന്നു. പെയർ ആക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മിൻ ടേംസിന്റെ പെയർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് മിൻ ടേം 0 വിത്ത് എ ലാസ്റ്റ് മിൻ ടേം 3, then സെക്കൻഡ് മിൻ ടേം 1 വിത്ത് എ സെക്കൻഡ് ലാസ്റ്റ് മിൻ ടേം 2. അപ്പം 4 മിൻ ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് 2 പെയറേ പോസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. റൈറ്റ്. അപ്പൊ നമ്മളൊരു ഫംഗ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. റിസൾട്ട് നമ്മൾ അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അതുവരെ എങ്ങനെയാണ് റിസൾട്ട് വന്ന ഒരു ചെറിയൊരു ഐഡിയ നമുക്ക് വേണം. സോ ഇഫ് യു ആർ ജനറേറ്റിംഗ് എ ഫംഗ്ഷൻ സോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് സെൽഫ് ഡ്യുവൽ, അതിനുള്ള കണ്ടീഷൻ നമ്മൾ ഫംഗ്ഷന്റെ മിൻ ടേംസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര പെയേഴ്സ് ഉണ്ടോ അത്രയും പെയേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ. ബട്ട് ഒരു പെയറിന്ന് 1 മിൻ ടൈം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. റിപ്പീറ്റ് ചെയ്യാം. എത്ര പെയേഴ്സ് ഉണ്ടോ അത്രയും പെയേഴ്സ് നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യണം. അതായത് ആ 2 പേരാണെങ്കിൽ 2 പേരെന്നും അറ്റ്ലീസ്റ്റ് 1 മിൻ ടൈമിനെങ്കിലും എടുത്തിട്ടുണ്ടാവണം. ഒന്നിലധികം എടുക്കാനും പാടില്ല. അതുകൊണ്ട് എത്ര പേരുണ്ടോ അത്രയും പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് പറയും. എന്നിട്ട് ഏതെങ്കിലും ഒരു മിൻ ടൈം നിങ്ങൾക്ക് എടുക്കാം. ലെറ്റ് us take 0, 1. 0 min term from first pair,
and a minterm 1 from the second pair. So this function will be self-dual. നമുക്ക് ചെക്ക് ചെയ്യാം. വെയിറ്റ്, ഹോൾഡ് ഓൺ, ചെക്ക് ചെയ്യാം. അതേപോലെ if you're forming another function using these pairs, sigma, ഫസ്റ്റ് പെയറിന് ഞാൻ വീണ്ടും 0 തന്നെ കൺസിഡർ ചെയ്യുന്നു. വീണ്ടും എനിക്ക് 3 എഴുതാൻ പറ്റുമോ? ഇല്ല. ഒരു പെയറിന്ന് ഒരെണ്ണം മാത്രമേ എടുക്കാൻ പറ്റൂ. So I should select another minterm from second pair. So I can select 2. That is also self-dual. വേറെ രീതിയിൽ നമുക്ക് എഴുതാം f equals ഫസ്റ്റ് പെയറിന്ന് 3 എടുക്കാം, സെക്കൻഡിന്ന് 1 എടുക്കാം. So that will be self-dual. വീണ്ടും നമുക്ക് ഫസ്റ്റിന്ന് 3 തന്നെ എടുക്കാം, സെക്കൻഡിന്ന് 2 സെലക്ട് ചെയ്യാം. That also will be self-dual. Right. അപ്പൊ ഒരു ഫംഗ്ഷനില് രണ്ട് മിൻ ടേംസ് രണ്ടെണ്ണാണ്. അത് എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? രണ്ട് പെയറാക്കി മാറ്റി നമ്മൾ ആദ്യം 2 pairs, 4 മിൻ ടേംസിനെ 2 pairs ആക്കി മാറ്റി. പെയർസിന് ഒരു പ്രോപ്പർ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്ത്, എന്താ പ്രോപ്പർ രീതി? ചെയ്യണം. ഒരു പെയറിന്ന് ഒരു മിൻ ടേം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ആ മിൻ ടേം ആദ്യത്തെ മിൻ ടേം ആവാം, 0 ആവാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ആവാം, ഡസന്റ് മാറ്റർ. രണ്ടും എടുക്കാൻ പാടില്ല. അതായത് സിഗ്മ 0, 3, 1 എന്നെടുക്കാൻ പാടില്ല. ദാറ്റ് ഈസ് നോട്ട് സെൽഫ് ഡ്യുവൽ. ആൻഡ് 0, 3 ഈസ് ഓൾസോ നോട്ട് സെൽഫ് ഡ്യുവൽ. But sigma 0, 1 is self dual. ഹലോ സർ, കേൾക്കുന്നുണ്ടോ? എല്ലാ പേരും നമ്മൾ കൺസിഡർ ചെയ്യണം. ഒരു പേരിന്ന് ഒന്നിലധികം മിൻ ടേംസ് സെലക്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മിൻ ടേംസ് ഫസ്റ്റ് ആവാം, സെക്കൻഡ് ആവാം. പേരാണല്ലോ, രണ്ടെണ്ണല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യത്തെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത് സെലക്ട് ചെയ്യാം. നോട്ട് ബോത്ത്. രണ്ടും ഒഴിവാക്കാനും പാടില്ല. ഏതെങ്കിലും ഒരെണ്ണം എടുത്തേ പറ്റുള്ളൂ. ആ രീതിയിൽ എഴുതുന്ന ഫങ്ഷൻസ് ഒക്കെ സെൽഫ് ഡ്യുവൽ ഫങ്ഷൻസ് ആയിരിക്കും. ഓക്കെ, വിൽ റിപ്പീറ്റ്, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. Yeah, I was not looking into the chat box. Okay, no problem, no problem. Yeah, I will repeat, no problem. Yeah, okay. Okay, no problem, we'll repeat. Don't worry. ഇപ്പൊ നമ്മളെ എയിം എത്ര സെൽഫ് ഡ്യുവൽ ഫങ്ഷൻസ് പോസിബിൾ ആണ് യൂസിങ് n നമ്പർ ഓഫ് വേരിയബിൾസ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന് ആൻസർ കണ്ടെത്താന്നുള്ളതാണ് നമ്മുടെ എയിം. നമുക്കത് അറിയില്ല, എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സോ വി ആർ ടേക്കിംഗ് 2 വേരിയബിൾസ്. 2 വേരിയബിൾസ് എടുത്തു. 2 വേരിയബിൾസ് എ ആൻഡ് ബി. 2 വേരിയബിൾസിന് 4 മിൻ ടേംസ് പോസിബിൾ ആണ്. 4 മിൻ ടേംസ്. Right. Okay. Salima is asking why 0, 3 and 1, 2 are chosen as pairs. Okay. അങ്ങനെ സെലക്ട് ചെയ്താൽ മാത്രമേ അത് സെൽഫ് ഡ്യുവൽ ആവുള്ളൂ. നമുക്ക് പ്രൂവ് ചെയ്യാം. ആക്ച്വലി പെയേഴ്സ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് പ്രൂഫ് ഉണ്ട്. പക്ഷെ ആ പ്രൂഫ് നമ്മളിപ്പോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ വേറെ രീതിയിൽ പറയും. അതായത് ഇങ്ങനെ പെയർ എടുത്തു കഴിഞ്ഞാൽ സെൽഫ് ഡ്യുവൽ ആയിട്ട് വരുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. എന്തുകൊണ്ട് 0, 3, 1, 2, അതായത് ഫസ്റ്റ് മിൻ ടേം along with the last min term, that is 0, 3, and second min term along with the second last min term 1 and 2. എന്തുകൊണ്ട് അങ്ങനെ എടുക്കണം എന്നുള്ളതിന് പ്രൂഫ് ഉണ്ട്. അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ അതിന് പകരമായിട്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഫങ്ഷൻസ് ഒക്കെ സെൽഫ് ഡ്യുവൽ ഫങ്ഷൻസ് ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. സോ പ്ലീസ് ഹോൾഡ് ഓൺ. ഓഡിയോയിൽ ഇഷ്യൂസ് ഉണ്ടോ? സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? പ്രശ്നങ്ങളുണ്ടോ? ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. അതിന് ഇഷ്യൂസ് ഒരാൾ കംപ്ലൈന്റ് പറയുന്നുണ്ട്. ഇല്ലല്ലോ. റൈറ്റ്. അപ്പോൾ ഹൗ മെനി സെൽഫ് ഡ്യുവൽ ഫങ്ഷൻസ് പോസിബിൾ ആണ് യൂസിങ് n നമ്പർ ഓഫ് വേരിയബിൾസ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കറിയില്ല. നമ്മൾ n = 2 എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്. അപ്പം ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? If min terms are selected from pairs in a particular manner, then the function will be
the generated function will be self-dual. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം. എന്തുകൊണ്ട് ഇങ്ങനെ എടുക്കണം, എന്തുകൊണ്ട് 0യും 3യും പെയർ ചെയ്യണം, എന്തുകൊണ്ട് 1ഉം 2ഉം, എന്തുകൊണ്ട് 0യും 2ഉം പെയർ ചെയ്യുന്നില്ല, അത് നമ്മൾ അഡ്രസ് ചെയ്യുന്നില്ല ക്ലാസ്സിൽ. അതിന് പ്രൂഫ് ഉണ്ട്, അത് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നില്ല. നേരെ തിരിച്ച് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സെൽഫ് ഡ്യുവൽ ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പൊ കുഴപ്പമില്ല, ഹോൾഡ് ഓൺ. സോ ഐ വിൽ റിപ്പീറ്റ് ദിസ് ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്, ഡോണ്ട് വറി. സോ പ്ലീസ് ലിസൺ. സോ ഐ ഹാവ് two variables, n equal to 2. I have 4 main terms. നമ്മൾ സെൽഫ് ഡ്യുവൽ ഫങ്ഷൻസ് ജനറേറ്റ് ചെയ്യാൻ പോവാണ്. എത്ര ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പൊ അങ്ങനെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. മീൻ ടേംസ് നമ്മൾ ആദ്യം പെയർ ആയിട്ട് മാറ്റണം. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, സെക്കൻഡ് ആൻഡ് സെക്കൻഡ് ലാസ്റ്റ്. അതാണ് അതിന്റെ ഫസ്റ്റ് ലോജിക്. എന്നിട്ട് നമ്മൾ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യുമ്പോൾ, അതായത് സെൽഫ് ഡ്യുവൽ ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പം, സെൽഫ് ഡ്യുവൽ ഫംഗ്ഷൻ ആവണമെങ്കിൽ ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതുന്ന ഫംഗ്ഷൻ സെൽഫ് ഡ്യുവൽ ആവണമെങ്കിൽ നമ്മൾ അതിൽ മീൻ ടേംസ് സ്പെസിഫൈ ചെയ്യണം. എന്തായാലും ആ മീൻ ടേംസ് സെലക്ട് ചെയ്യുമ്പം രണ്ട് പേരും നമ്മൾ കൺസിഡർ ചെയ്യണം. റൈറ്റ്, രണ്ട് പേരും കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരൊന്നും അറ്റ്ലീസ്റ്റ് ഒരു മീൻ ടേം എങ്കിലും എടുത്തിട്ടുണ്ടാവണം. റൈറ്റ്, ബട്ട് രണ്ടെണ്ണം എടുക്കാൻ പാടില്ല. അപ്പം പല രീതിയിലും നമുക്കത് ചെയ്യാം. 0 എടുത്തു കഴിഞ്ഞാൽ, ഫസ്റ്റ് പേരിന് 0 എടുത്തു കഴിഞ്ഞാൽ, റൈറ്റ്, ഫസ്റ്റ് പേരിന് 0 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും. സെക്കൻഡ് പേരിൽ ഏതൊക്കെയാണ്? ഐദർ 1 എടുക്കാം, റൈറ്റ്, അല്ലെങ്കിൽ 2 എടുക്കാം. സിമിലർലി ഫസ്റ്റ് പേരിന് 3 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ഐദർ ഫസ്റ്റ് മിൻ ടൈം എടുക്കാം സെക്കൻഡ് പേരിന്റെ, ഓർ സെക്കൻഡ് മിൻ ടൈം എടുക്കാം സെക്കൻഡ് പേരിന്റെ. അപ്പൊ എനിക്ക് 4 രീതിയിൽ മാത്രമേ ഈ ലോജിക്കില് മിൻ ടൈംസ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ ലോജിക്ക്? എല്ലാ പേയേഴ്സും കൺസിഡർ ചെയ്യണം. ഒരു പേരിന്ന് ഒരു മിൻ ടൈം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ എനിക്ക് 4 ഡിഫറെന്റ് വേസിൽ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഫങ്ഷൻസ് സെൽഫ് ഡ്യുവൽ ആണോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം. കുറച്ച് പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ടാണോ സംശയം ഉണ്ടാവാം. അപ്പം ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എ കോമ ബി ഈക്വൽസ് സിഗ്മ 0,1 എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഫസ്റ്റ് ഫംഗ്ഷൻ, ദിസ് ഇസ് മൈ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ. ഈ 4 ഫംഗ്ഷൻസ് നമ്മളൊരു പെർട്ടിക്കുലർ ലോജിക്കിലാണ് എഴുതിയിരിക്കുന്നത്. ആ ലോജിക്ക് എന്താ പറയണത്? ഈ 4 ഫംഗ്ഷൻസും എന്തായിരിക്കണം എന്നാ പറയണത്? സെൽഫ് ഡ്യുവൽ ഫംഗ്ഷൻസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ സെൽഫ് ഡ്യുവൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഫംഗ്ഷൻ നമ്മൾ എഴുതണം. എങ്ങനെയാ ഫംഗ്ഷൻ എഴുതുക? സിഗ്മ 0, 1. സോ എയും ബിയും രണ്ട് വേരിയബിൾസ് ആണ് അല്ലെ? 0, 0, 0, 1, 1, 0, 1, 1. സിഗ്മ 0, 1. സിഗ്മ 0 എന്ന് പറഞ്ഞാൽ എന്താ? എയും ബിയും 0 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ 1 ആവണം. അതല്ല റിക്വയർമെന്റ് സിഗ്മ 0 എന്ന് പറഞ്ഞാല്. അതേപോലെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ 0യും ബി 1 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ എന്താവണം? 1 ആവണം. ബാക്കി കണ്ടീഷൻസിലൊക്കെ ഫംഗ്ഷൻ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതാണല്ലോ സിഗ്മ 0, 1 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. റൈറ്റ്. അപ്പൊ നമ്മള് ആൽജിബ്രിക്കിൽ അതെങ്ങനെ എഴുതും? എയും ബിയും 0 ആണെങ്കിൽ ഫംഗ്ഷൻ 1 ആവണം. സിഗ്മ പ്രൊഡക്റ്റ് ടേം ആണ് അല്ലെ? അപ്പം എ 0 ആവാം, എ ബാർ 1 ആയിരിക്കും. ബി 0 ആണ്, ബി ബാർ 1 ആയിരിക്കും അല്ലെ? അപ്പൊ എയും ബിയും 0 ആണെങ്കിൽ എ ബാർ ഡോട്ട് ബി ബാർ 1.1 എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അത് മാത്രമാണോ? സെക്കൻഡ് പോസിബിലിറ്റി എന്താ? ഓർ. അത് മാത്രമല്ല, സെക്കൻഡ് പോസിബിലിറ്റി എന്താണ്? എ 0 ആവാം, ബി 1 ആവാം. സോ എ 0 ആവാം, സോ എ ബാർ 1 ആവാം. എ ബാർ ഡോട്ട് ബി 1 ആയിരിക്കണം. സോ എ ബാർ ഡോട്ട് ബി. So that is your function. So a bar b bar plus a bar b. അത് നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? എ ബാർ കോമൺ ആണ്, ബി ബാർ ഉണ്ട്, പ്ലസ് ബി ഉണ്ട്. ശരിയല്ലേ? ബി ബാർ പ്ലസ് ബി എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. That's equal to a bar.
സോ ആക്ച്വലി ഫംഗ്ഷൻ 1 എന്ന് പറഞ്ഞ എന്താണ് ശരിക്കും? ഫംഗ്ഷൻ 1 ഈസ് ഈക്വലൻ ടു ഏതാണ് എക്സ്പ്രഷൻ എന്താ വരിക? ദിസ് ഈസ് ഈക്വലൻ ടു വിച്ച് എക്സ്പ്രഷൻ? എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് ശരിയല്ലേ? അപ്പം എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഡ്യുവൽ ഫംഗ്ഷൻ എന്താണ് കുട്ടികളെ? എ കോംപ്ലിമെന്റ് ഡ്യുവൽ എന്താണ്? ഡ്യുവൽ ടീച്ചർ എന്താ പറയണത്? ഫംഗ്ഷൻ എ ബി സി ഓർ ആൻഡ് 0 1 ഉണ്ടെങ്കിൽ ഡ്യുവൽ എഴുതുമ്പോൾ വേരിയബിൾസിന് മാറ്റമുണ്ടോ? വേരിയബിൾസിന്റെ കോംപ്ലിമെന്റ്സിന് മാറ്റമുണ്ടോ? ഇല്ല. എന്തേ മാറുള്ളൂ? ഓർ സൈൻ ആൻഡ് ആവും, ആൻഡ് സൈൻ എന്താവും? ഓർ ആവും. സീറോസ് ഉണ്ടെങ്കിൽ എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. വൺസ് എന്തായിട്ട് മാറും? അത് സീറോസ് ആയിട്ട് മാറും അല്ലെ? നോ ചേഞ്ച്. റൈറ്റ്. സോ എ ബാർ ആണ് നമ്മൾ ജനറേറ്റ് ചെയ്ത ഫംഗ്ഷൻ. അപ്പൊ അതിന്റെ സെൽഫ് ഡ്യുവൽ എന്തായിരിക്കും? അതിന്റെ ഡ്യുവൽ എന്തായിരിക്കും? എ ബാർ തന്നെയായിരിക്കും അല്ലെ? അപ്പൊ അതെന്താണ്? സെൽഫ് ഡ്യുവൽ ആണ്. റൈറ്റ്. Let us write a fourth function. നാലാമത്തെ ഫംഗ്ഷൻ എഴുതി നോക്കാം. ബാക്കി രണ്ടെണ്ണം സെക്കൻഡ് ആൻഡ് തേർഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാവുന്നുള്ളൂ. ഫോർത്ത് ഫംഗ്ഷൻ ഒന്ന് എഴുതി നോക്കാം. ഫോർത്ത് ഫംഗ്ഷൻ എന്താണ്? സിഗ്മ 3,2 അല്ലേ? 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 അല്ലേ? 2 കറസ്പോണ്ടിങ് ടു 10, 3 കറസ്പോണ്ടിങ് ടു 11. 11 എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി ആയിരിക്കും അല്ലെ? പ്ലസ് 10 എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി ബാർ ആയിരിക്കും അല്ലെ? എ ഈസ് കോമൺ ശരിയല്ലേ? എ കോമൺ ആണ്. ബി ബാർ പ്ലസ് ബി. ബി ബാർ പ്ലസ് ബി എപ്പോഴും എന്തായിരിക്കും കുട്ടികളെ? 1 ആയിരിക്കും. സോ ദിസ് വിൽ ബി എ ഇറ്റ്സെൽഫ്. അപ്പം ഫോർത്ത് ഫംഗ്ഷൻ എ ആണ്. അപ്പൊ ഒരു ഫംഗ്ഷൻ ഈക്വൽ ടു എ ആണെങ്കിൽ അതിന്റെ ഡ്യൂൽ എന്ത് തന്നെയായിരിക്കും? എ തന്നെയായിരിക്കും. മറ്റുണ്ടാവോ? ഇല്ല. സോ ദാറ്റ് ഇസ് എ സെൽഫ് ഡ്യുവൽ ഫംഗ്ഷൻ. അപ്പൊ ഓരോന്നും നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾ ഒരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ, suppose I am writing f equal to sigma 0 1 2 എന്ന് എഴുതിയാല് അത് സെൽഫ് ഡ്യുവൽ ആവില്ല. എന്തുകൊണ്ടാ? ഫസ്റ്റ് പേരിന് 0 എടുത്തു, സെക്കൻഡ് പേര് നമ്മൾ 1 എടുത്തു, വീണ്ടും സെക്കൻഡ് പേരിന്ന് ഒരു മിൻ ടൈം കൂടി എടുത്തു കഴിഞ്ഞാൽ അത് സെൽഫ് ഡ്യുവൽ ആവില്ല. അപ്പം എഫക്റ്റീവ്ലി ശ്രദ്ധിച്ചു കേൾക്കുക, ഒരു ഫംഗ്ഷൻ സെൽഫ് ഡ്യുവൽ ആവണമെങ്കിൽ അതിന്റെ മീൻ ടേംസ് എഴുതുന്ന സമയത്ത് എത്ര പേയേഴ്സ് ഉണ്ടോ അത്രയും മിൻ ടേംസ് അതിനുണ്ടാവും. നോക്കിയാൽ നിങ്ങൾ ഇവിടെ 2 പേയേഴ്സ് അല്ലേ? എല്ലാത്തിനും 2 മിൻ ടേംസ് ഇല്ലേ? കാരണം എന്താ? എല്ലാ പേരും നമ്മൾ കൺസിഡർ ചെയ്യും. ഇവിടെ 2 പേരാണ്, 2 പേരും കൺസിഡർ ചെയ്യും. 2 പേരെന്നും നമ്മള് ഒന്നുകിൽ ആദ്യത്തെ എടുക്കാം അല്ലെങ്കിൽ രണ്ടാമത്തെ മിൻ ടൈം എടുക്കാം. നോട്ട് ബോത്ത്. ഓക്കെ ആണോ? അപ്പൊ അത് സെൽഫ് ഡ്യുവൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, അതവിടെ മാറ്റി വെക്കുക. നമുക്ക് 3 വേരിയബിൾസിലോട്ട് പോവാം. അപ്പൊ അത് ക്ലിയർ ആവും. ഡോണ്ട് വെറി. n equal to 3. വെയിറ്റ്. n equal to 3 ABC. 3 വേരിയബിൾസ്. എത്ര മിൻ ടൈംസ് ഉണ്ടാവും? 0 1 2 3 4 5 6 and 7. 8 മിൻ ടൈംസ് ഉണ്ടാവും അല്ലെ? റൈറ്റ്. കൺഫ്യൂസ്ഡ് ആവര് ശ്രദ്ധിച്ചിരിക്കുക. 8 മിൻ ടൈംസ് ഉണ്ടാവും. അപ്പൊ അതിൽ എത്ര പേയേഴ്സ് പോസിബിൾ ആണ്? ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. സോ 0,7. എന്തുകൊണ്ടാണ് 0,7 ആ രീതിയിൽ ഫോം ചെയ്യുന്നതിന് പ്രൂഫ് ഉണ്ട്. പ്രൂഫ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. സെക്കൻഡ് ആൻഡ് സെക്കൻഡ് ലാസ്റ്റ്, ദാറ്റ് ഈസ് 1,6. then 2,5. then 3,4. Right. These are the pairs. 8 മിൻ ടേംസ് ഉണ്ട്. വേരിയബിൾസിന്റെ എണ്ണം 3 ആണ്. 2 power 3 8 ആണ്. 8 മിൻ ടേംസ് ഉണ്ട്. അതിനെ പെയർ ചെയ്യുമ്പം 8ന്റെ പകുതി 4 പേയേഴ്സ് ഉണ്ടാവും. 4 പേയേഴ്സ് ഉണ്ടാവും. Right. So the self-dual functions are f equal to self-dual functions are പല രീതിയിൽ നമുക്ക് എഴുതാം. ഫസ്റ്റ് പേരിന് 0 എടുക്കാം, സെക്കൻഡ് പേരിന് 1 എടുക്കാം, തേർഡ് പേരിന് 2 എടുക്കാം, ഫോർത്തിന് 3 എടുക്കാം. ഈറ്റ്സ് എ സെൽഫ് ഡ്യുവൽ ഫംഗ്ഷൻ. സെൽഫ് ഡ്യുവൽ ഫംഗ്ഷൻ ആയിരിക്കും. എല്ലാ പേരും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒരു പേരെന്ന് ഒന്നിലധികം മിൻ ടേംസ് എടുത്തിട്ടില്ല. സോ ഇറ്റ്സ് എ സെൽഫ് ഡ്യുവൽ ഫംഗ്ഷൻ. വേറെ രീതിയിൽ എഴുതാം. സിഗ്മ
0 എടുക്കാം, സെക്കൻഡ് പേരിന് 6 എടുക്കാം, തേർഡിന് 5 എടുക്കാം, ഫോർത്തിന് 4 എടുക്കാം. ഇറ്റ്സ് ഓൾസോ എ സെൽഫ് ഡ്യുവൽ ഫംഗ്ഷൻ. റൈറ്റ്. ഇറ്റ്സ് എ സെൽഫ് ഡ്യുവൽ ഫംഗ്ഷൻ. തേർഡ് ഫംഗ്ഷൻ നമുക്ക് എഴുതാം. സിഗ്മ 0 എടുക്കാം, സെക്കൻഡ് പേരിന് 1 എടുക്കാം, തേർഡ് പേരിന് 5 എടുക്കാം, ഫോർത്തിന് 4 എടുക്കാം. ഇറ്റ്സ് ഓൾസോ സെൽഫ് ഡ്യുവൽ. കുഴപ്പമുണ്ടോ? തേർഡ് ഫംഗ്ഷൻ എഴുതിയത് നോക്കിയാൽ നിങ്ങൾ സിഗ്മ 0 വന്നു അല്ലെ, ഫസ്റ്റ് പേര് കൺസിഡർ ചെയ്തു. അടുത്ത പേരിന് 1 വന്നു, 1 ഉണ്ട്. അടുത്തന്ന് 5 കൺസിഡർ ചെയ്തു, ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 4 കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഓൾസോ സെൽഫ് ഡ്യുവൽ ഫംഗ്ഷൻ. അപ്പൊ അങ്ങനെ നമുക്ക് എത്ര രീതിയിൽ എഴുതാം? ഇവിടെ 3 വേരിയബിൾസ് ആണെങ്കിൽ 2 വേരിയബിൾസിന്റെ കേസിൽ നമ്മൾ 4 സെൽഫ് ഡ്യുവൽ ഫംഗ്ഷൻസ് പോസിബിൾ എന്ന് മൊത്തം നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എങ്ങനെ എത്ര എഴുതാൻ പറ്റും കുട്ടികളെ? 3 വേരിയബിൾസ് ആണെങ്കിൽ എത്ര എഴുതാം? 4 പേയേഴ്സ് ഉണ്ട്. എത്ര സെലക്ഷൻസ് പോസിബിൾ ആണ്? ബൈനറി സെലക്ഷൻ പോലെ തന്നെയാണ്. ഒന്നെങ്കിൽ ഫസ്റ്റ് എലമെന്റ് എടുക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് എലമെന്റ് എടുക്കാം. എത്ര എണ്ണം പറ്റും? പറ്റും കുട്ടികളെ? 16, right? 8, 16, 4 factorial, right? Very good. Right, 16, okay. Right, very good. So don't worry, let us see that. The pairs are 0,7. The second pair was 1,6. Third pair was 2,5. Fourth pair was 3,4. So I'm calling it as A, B, C, D. 4 പേരെ നമുക്കുള്ളൂ അല്ലേ? റൈറ്റ്. അപ്പം ABCD 3 വേരിയബിൾസ് ആയിട്ട് ഞാൻ അതിനെ മാറ്റുന്നു. എക്കും ബിക്കും സിക്കും ഡിക്കും 2 പോസിബിലിറ്റീസ് ആണുള്ളത്. അതായത് ഈ പേരിന്ന് നിങ്ങൾ 0 എടുക്കുകയാണെങ്കിൽ I will say A equal to 0. നിങ്ങൾ 7 ആണ് എടുക്കുന്നതെങ്കിൽ I will say A value equal to 1. അതായത് ഈ പേരിനെ ഞാൻ ഒരു ബൈനറി വേരിയബിൾ ആയിട്ട് അസൈൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് മിൻ ടൈം നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എ എന്ന് പറഞ്ഞ വേരിയബിളിന് 0 വാല്യൂ വരുന്നതോടെ ഞാൻ അസൈൻ ചെയ്യുന്നു. സെക്കൻഡ് മിൻ ടൈം ആണ് എടുക്കുന്നതെങ്കിൽ എയുടെ വാല്യൂ 1 ആണെന്ന് ഞാൻ പറയുന്നു. അതായത് ഫസ്റ്റ് പെയർ നമുക്ക് എല്ലാ പെയേഴ്സും 2 രീതിയിൽ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് മിൻ ടൈം ഓർ സെക്കൻഡ് മിൻ ടൈം, നോട്ട് ബോത്ത്. ഫസ്റ്റ് മിൻ ടൈം സെലക്ട് ചെയ്യുന്നത് ഞാൻ 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സെക്കൻഡ് മിൻ ടൈം ആണ് എടുക്കുന്നതെങ്കിൽ ആ പേരിന് 1 വാല്യൂ വരുന്നു ഞാൻ അസൈൻ ചെയ്യുന്നു. അപ്പൊ ഒരു വാല്യൂ കൊടുക്കണം, എ വാല്യൂ. എ ക്യാൻ ബി 0 or a 1. If I am selecting first min term, a equal to 0. If I am selecting a second min term, a equal to 1. അപ്പൊ അങ്ങനെ 4 വേരിയബിൾ ഉണ്ട്. അപ്പൊ എത്ര രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കുട്ടികളെ? 4 വേരിയബിൾ ABCD ഉണ്ടെങ്കിൽ എത്ര കോമ്പിനേഷൻസ് പോസിബിൾ ആണ്? 002 all the way up to 402 4 ones പോസിബിൾ ആണ് അല്ലെ? എത്ര ഉണ്ടാവും ഇത്? 16 നമ്പേഴ്സ് പോസിബിൾ ആണ് അല്ലെ? അതേ എഫക്റ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ല. 4 വേരിയബിൾസ് ആണുള്ളത്. ഫസ്റ്റ് എലമെന്റ് എടുക്കുന്നതിന് നമ്മൾ എ ഈക്വൽ ടു 0 എന്ന് പറയും. സെക്കൻഡ് എലമെന്റ് ആണ് എടുക്കുന്നതെങ്കിൽ എ ഈക്വൽ ടു 1 എന്ന് പറയും. അപ്പൊ ഫസ്റ്റ് എലമെന്റ് 0 ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടാവും? എ ബി സി ഡി എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് എലമെന്റ് 0 ആക്കിയിട്ട് ഇത് 000 001 010 11 100 101 110 111 അല്ലെ? എത്രയും പോസിബിലിറ്റീസ് നമുക്ക് പോവാം അല്ലെ? എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം അല്ലെ? 8 എണ്ണം.
പിന്നെ 7 സെലക്ട് ചെയ്തുകൊണ്ട് കറസ്പോണ്ടിങ് ടു ഈക്വൽ ടു 1 7 സെലക്ട് ചെയ്തുകൊണ്ട് ഇതേപോലെ തന്നെ വീണ്ടും ഒരു 8 സെറ്റ് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ 16 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. ഓർ ദ അതർ വേ we can generate 16 number of self-dual functions using 3 number of variables, and we can generate 4 number of self-dual functions using n equal to 2. n equal to 2. 16 നമ്മൾ വെറുതെ എഴുതി നോക്കേണ്ട ആവശ്യമില്ല. എഴുതി കഴിഞ്ഞാൽ 16 നമുക്ക് എഴുതാൻ പറ്റും. അതിന് മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ 2 power 4 equal to 16 എന്നുള്ള നമ്പർ അറൈവ് ചെയ്യാം. റൈറ്റ്. സോ 16 വേസിൽ നമുക്ക് ഫങ്ഷൻസ് ഫോം ചെയ്യാം. സോ ദാറ്റ് ഓൾ ദീസ് 16 ഫങ്ഷൻസ് ആർ സെൽഫ് ഡ്യുവൽ ഫങ്ഷൻസ്. അപ്പൊ ഈ 16 എങ്ങനെയാ വന്നത് കുട്ടികളെ? എനിക്ക് ഇവിടെ 16 എങ്ങനെയാ വന്നത്? 2 power 4 അല്ലേ 16 വന്നത്. ആ 4 എന്താണ്? 1 2 3 4 നമ്പർ ഓഫ് പെയർസ് അല്ലേ. സോ 2 power ശ്രദ്ധിച്ചിരിക്കണേ, നമ്പർ ഓഫ് പെയർസ് ആണല്ലോ. പെയർസ് ശരിയല്ലേ? ഓക്കെ ആണോ? നമ്പർ ഓഫ് പെയർസ് ക്ലിയർ ആണോ? ഓരോ പേരും ഒരു ബൈനറി വാല്യൂ ആയിട്ട് ഞാൻ അസൈൻ ചെയ്യുന്നു. ഫസ്റ്റ് എലമെന്റ് എടുക്കുന്നതിന് ആ വാല്യൂ 0 എന്ന് പറയുന്നു, സെക്കൻഡ് എടുക്കുന്നതിന് 1 എന്ന് പറയുന്നു. സോ ഇറ്റ്സ് ഐഡന്റിക്കൽ ടു എ ബൈനറി വേരിയബിൾസ്. അങ്ങനത്തെ 4 പേരുണ്ട്, 4 ബൈനറി വേരിയബിൾസ് ഉണ്ട്. സോ 2 power 4 16 പോസിബിലിറ്റീസ് ഉണ്ടാവും അല്ലെ. ആ 2 power 4 എന്ന് പറയുന്നത് ആ 4 നമ്പർ ഓഫ് പേയേഴ്സ് ആണ്. 4 എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേയേഴ്സ് ആണ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണോ? 2 power നമ്പർ ഓഫ് പേയേഴ്സ് ശരിയല്ലേ? റൈറ്റ്. 2 power നമ്പർ ഓഫ് പേയേഴ്സ്. നമ്പർ ഓഫ് പേയേഴ്സ് എത്ര ഉണ്ടാവും? എത്ര നമ്പർ ഓഫ് പേയേഴ്സ് ഉണ്ടാവും? എത്ര മിൻ ടേംസ് ഉണ്ടോ, ഇവിടെ 8 ഉണ്ടായിരുന്നു മിൻ ടേംസ് അല്ലെ. എത്ര മിൻ ടേംസ് ഉണ്ടോ അതിന്റെ പകുതി ആയിരിക്കും നമ്പർ ഓഫ് പേയേഴ്സ്. ശരിയല്ലേ? 8 മിൻ ടേംസ് 4 പേയേഴ്സ് അല്ലെ. 2 ആണെങ്കിൽ 1 2 3 4 മിൻ ടേംസ് 2 പേയേഴ്സ് അല്ലെ. മിൻ ടേംസിന്റെ പകുതിയാണ് പേയേഴ്സ്. തർക്കമില്ലല്ലോ. സോ 2 power number of pairs can be rewritten as 2 power number of min terms, so the min terms divided by 2 or half of the min terms. Shirale, number of pairs is equal to half of min terms. Right, okay. So 2 power എത്ര മിൻ ടേംസ് ഉണ്ടാവും? n വേരിയബിൾസ് ആണെങ്കിൽ നമ്പർ ഓഫ് മിൻ ടേംസ് എത്രയാ? 2 power n അല്ലേ. സോ 2 power n നമ്പർ ഓഫ് മിൻ ടേംസ് ഡിവൈഡഡ് ബൈ 2 ശരിയല്ലേ? ഈ 2 power n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മിൻ ടേംസ് യൂസിങ് എത്ര വേരിയബിൾസ് ആ? യൂസിങ് n നമ്പർ ഓഫ് വേരിയബിൾസ് ശരിയല്ലേ? 2 power number of pairs, that's equal to 2 power number of min terms divided by 2, because രണ്ട് min terms ക്ലബ് ചെയ്തിട്ടാണ് ഒരു പെയർ ആയിട്ട് മാറുന്നത്. അപ്പൊ min terms ന്റെ പകുതി ആയിരിക്കും പെയർസ്. സോ 2 power number of min terms divided by 2 and number of min terms is equal to 2 power n, where n is the number of variables. Clear ആണോ? Right. So that's equal to 2 power 2 raised to n divided by 2 implies 2 power 2 raised to n divided by 2 is 2 power n minus 1, because 2 power n divided by 2 simplifies to 2 power n minus 1. So a total of 2 power n minus 1. Okay, we'll go for a break, no problem. 2 power n minus 1 സെൽഫ് ഡ്യുവൽ ഫങ്ഷൻസ് ആർ പോസിബിൾ അല്ലെ. എഴുതിക്കൊണ്ടിരുന്ന എന്താണ്? നമ്മള് നമ്പർ ഓഫ് സെൽഫ് ഡ്യുവൽ ഫങ്ഷൻസ് ആണ് അല്ലെ. സോ ഇഫ് n ഈക്വൽ ടു 2, ഇതോടെ കംപ്ലീറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യാം കേട്ടോ. n ഈക്വൽ ടു 2, I have 2 power 2 minus 1. So that's equal to 2 power 1. That's equal to 4. n 2 ആയിരുന്നപ്പോൾ നമ്മുടെ സെൽഫ് ഡ്യുവൽ ഫങ്ഷൻസ് 4 ആയിരുന്നു. നമ്മൾ പ്രൂവ് ചെയ്താണ്. If n equal to 3, I have 2 power
2 power 3 minus 1 self-dual functions possible, and that's equal to 2 power 2 power 2, that's equal to 2 power 4, that's equal to 16 number of self-dual functions are possible using 3 number of variables. In general, 2 power n minus 1 self-dual functions are possible using n number of Boolean variables. Okay, ആണോ? നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് ചെയ്യാം. റൈറ്റ്, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു ഞാൻ. ഓക്കെ ആണോ? അപ്പൊ ഇതൊന്നും ഡെറിവേഷൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താ ഓർത്തിരിക്കുക, അത് ഫോം ചെയ്യുന്ന പ്രൊസീജിയർ മാത്രം ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. 2 പവർ നമ്പർ ഓഫ് പേഴ്സ്, 2 പവർ n ഡിവൈഡ് ബൈ 2, 2 പവർ n minus 1. So in general, 2 power n minus 1 number of self-dual functions are possible. Self-dual functions are possible. So our question was, how many self-dual functions are possible using n number of Boolean variables? And the answer is 2 power n minus 1 number of self-dual functions are possible using n number of variables. Okay, right. അപ്പം 3 വേരിയബിൾസിന്റെ സെൽഫ് ഡ്യുവൽ ഫങ്ഷൻസ് പറഞ്ഞു. അപ്പൊ അത് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. ഇത് സെൽഫ് ഡ്യുവൽ ആന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ കുറച്ച് പേർക്ക് ചിലപ്പോ സംശയം ഉണ്ടാവാം, ഈ ഫംഗ്ഷൻ സെൽഫ് ഡ്യുവൽ ആണോ അല്ലയോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ 0654 ഈ ഫംഗ്ഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ സെൽഫ് ഡ്യുവൽ ആണോ അല്ലയോ എന്നൊക്കെ സംശയം ഉണ്ടാവാം. സംശയം ഉണ്ടോ? സിഗ്മ 0654 സെൽഫ് ഡ്യുവൽ ആണോ അല്ലയോ എന്ന് നോക്കണോ, ചെക്ക് ചെയ്യണോ? ഒരെണ്ണം നമുക്ക് ചെയ്ത് നോക്കാം, ബാക്കി നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാം അല്ലെ. നമ്മളെ ലോജിക് പ്രകാരം നമ്മൾ പറഞ്ഞ് എഴുതിയിരിക്കുന്ന സിഗ്മ 0654 ഓർ സിഗ്മ 0456 അത് സെൽഫ് ഡ്യുവൽ ആവണം. ഓക്കെ ആണോ? സിഗ്മ 0456. ഓക്കെ, സിഗ്മ 0456 we are expecting a self dual function, right? ft എന്ത് തന്നെ ആയിരിക്കണം? ft എടുത്തു കഴിഞ്ഞാലും സിഗ്മ 0456 തന്നെ ആയിരിക്കണം. അതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ, റൈറ്റ്? അപ്പൊ അത് വേണമെങ്കിൽ ഒരെണ്ണം നമുക്ക് വെരിഫൈ ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടായേക്കാം. അപ്പൊ ഒരെണ്ണം ഞാൻ ക്ലാസ്സിൽ ഡെമോയ്ക്ക് വേണ്ടി ചെയ്യാം, റൈറ്റ്? സോ ലെറ്റ് മീ ടേക്ക് ദ ഫംഗ്ഷൻ ഫസ്റ്റ്, f. അത് സെൽഫ് ഡ്യുവൽ ആണോ അല്ലയോ എന്നാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതിൽ മിൻഡം 0 ഉണ്ട്. എത്ര വേരിയബിൾ ഫംഗ്ഷൻ ആണ് ഇത്? മിൻഡം 6 ഒക്കെ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ a b c 3 വേരിയബിൾസ് ആയിരിക്കും, 3 വേരിയബിൾ ഫംഗ്ഷൻ ആയിരിക്കും. സോ സിഗ്മ 0 ഇംപ്ലൈസ്, 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 000 ആണ് അല്ലെ. 4 എന്ന് പറഞ്ഞാൽ 100 ആണ്, 5 എന്ന് പറഞ്ഞാൽ 101 ആണ്, 6 എന്ന് പറഞ്ഞാൽ 110 ആണ്. ശരിയാണല്ലോ, റൈറ്റ്? അപ്പൊ 000 സിഗ്മ ആ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? f ഓഫ് a, b, c ഈക്വൽ ടു സിഗ്മ ഓഫ് 0. എങ്ങനെ എഴുതാ? 3 വേരിയബിളും 0 ആകുമ്പോൾ ഫംഗ്ഷൻ 1 ആവണം. അതാണ് സിഗ്മ ഓഫ് 0 അല്ലെ. സോ a ഷുഡ് ബി a bar, then b bar, then c bar plus. അത് മാത്രമാണോ? what is the second condition? 100. that is a should be 1, b and c should be 0. a, b bar, c bar plus a, b complement, c 101 plus fourth case is middum 6, that is a, b, c complement, right? And what is its dual form? ഡ്യുവൽ എടുക്കണം അല്ലെ. ഡ്യുവൽ എടുത്തിട്ട് സെയിം ഫംഗ്ഷൻ തന്നെയാണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെൽഫ് ഡ്യുവൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. സോ ഐ എം ടേക്കിംഗ് ദ ഡ്യുവൽ എടുക്കുന്നു. ഡ്യുവൽ ഓഫ് a, b, c. വാട്ട് ഈസ് എ ഡ്യുവൽ? എങ്ങനെ ഒരു ഫംഗ്ഷനെ ഡ്യുവൽ എടുക്കുക? a ബാറിന് മാറ്റം ഉണ്ടോ? ഇല്ല. ആൻഡ് എന്തായിട്ട് മാറും? ഓർ. b ബാറിന് മാറ്റം ഉണ്ടോ? ഇല്ല. ആൻഡ് വിൽ ബി കൺവേർട്ടഡ് ഇൻടു ഓർ. c ബാറിന് മാറ്റമില്ല, ഇൻസൈഡ് എ ബ്രാക്കറ്റ്. ഈ ഓവർ എന്തായിട്ട് മാറും? ആൻഡ് സൈൻ. ശരിയല്ലേ? സോ a പ്ലസ് b ബാർ പ്ലസ് c ബാർ ഡോട്ട് a പ്ലസ് b ബാർ പ്ലസ് c ഇൻ ഡോട്ട് വിത്ത് എക്ക് മാറ്റില്ല, ആൻഡ് സൈന് ഓറായിട്ട് മാറും c ബാർ. അതാണല്ലോ അതിന്റെ ഡ്യുവല്. ശരിയല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ല. ഡ്യുവൽ എടുക്കാൻ നമുക്കറിയാം.
അല്ലെ? ഡ്യുവൽ എടുക്കാം. ആൻഡ് സൈൻ ഓർ ആക്കണം, ഓർ സൈൻ ആൻഡ് ആക്കണം. ദാറ്റ്സ് ഇറ്റ്. സീറോസ് ഉണ്ടെങ്കിൽ 1 ആക്കണം, വൺസ് ഉണ്ടെങ്കിൽ സീറോസ് ആക്കണം. 1ഉം 0 ഇതില് ആബ്സെന്റ് ആണ്. 1ഉം 0 പ്രസന്റ് അല്ല എക്സ്പ്രഷൻ. ഓക്കെ ആണല്ലോ? റൈറ്റ്. ഇതിൽ ഫസ്റ്റ് ടേം ഇതിപ്പോ ഏതിന്റെ ടൈമിലാണ് കിടക്കുന്നത്? പ്രൊഡക്റ്റ് ആയിട്ടല്ലേ കിടക്കണം അല്ലെ? അപ്പം സമ്മിന്റെ പ്രൊഡക്റ്റ് ആണ് ഇത്. പ്രൊഡക്റ്റിന്റെ സം ആയിരുന്നു അല്ലെ? സം ഓഫ് ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് ആയിരുന്നു SOP. ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? പ്രൊഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ സം അല്ലെ? POS ഫോമിലാണ്. റൈറ്റ്, വെരി ഗുഡ്. ശരിയല്ലേ? ഒന്ന് പ്രൊഡക്റ്റിന്റെ സം ആണ്. ഫസ്റ്റ് വൺ F. ഡ്യുവൽ എടുത്തപ്പോ അത് സമ്മിന്റെ പ്രൊഡക്ട്സ് ആയിട്ട് മാറി. റൈറ്റ്. ആൻഡ് വാട്ട് ഈസ് ദിസ് പ്രൊഡക്റ്റ്? ഇതിന് എന്താ വിളിക്കുക? ഏതാ മാക്സ് ടേം? ഇത് പൈ ഓഫ് എന്താണ്? ഏത് പൈ ആണ് ഇത്? ഫസ്റ്റ് ടേം ഇൻ ദ ബ്രാക്കറ്റ്. പൈ ഇൻഡെക്സ് എന്താണ്? പൈ ഓഫ് മാക്സ് ടേംസിന്റെ പ്രത്യേകത എന്താ? മാക്സ് ടേംസ് എപ്പോഴും എന്താ റിട്ടേൺ ചെയ്യുക? സീറോസ് ആണ് റിട്ടേൺ ചെയ്യുക അല്ലെ? ഒരു സം ഉണ്ടാവും, ആ സമ്മ് 0 റിട്ടേൺ ചെയ്യുന്ന കോമ്പിനേഷൻസ് ആണ് മാക്സ് ടേംസ് അല്ലെ? അപ്പൊ അത് എപ്പോഴാ 0 റിട്ടേൺ ചെയ്യുക? എയും ബിയും സി എന്താവണം? 1 ആവണം അല്ലെ? ട്രിപ്പിൾ 1 ആവണം. അപ്പൊ ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു 7 അല്ലെ? കോമ പൈ ഓഫ് 7 കോമ. സെക്കൻഡ് ഏതാണ്? ഈ ടൈം 0 ആവണമെങ്കിൽ A should be 0, B and C should be 1. 0, 1, 1. That is 3. കോമ. ഇത് ഏതാണ്? ബ്രാക്കറ്റിലെ ടേമിൽ 0 ആവണമെങ്കിൽ A 0 ആയേ പറ്റുള്ളൂ, B 1 ആയേ പറ്റുള്ളൂ, C 0 ആയേ പറ്റുള്ളൂ. That is 2. Comma. What is the last term in the bracket? Bracket term should be 0. Sum should be 0. So A should be 0. B also should be 0. C should be 1. So 0, 0, 1 is 1. So this is nothing but pi of order like angle 1, 2, 3 and 7. 1, 2, 3, 7. 1, 2, 3, 7. Correct alle? 1, 2, 3, 7. What is this pi of 1, 2, 3, 7? Pi of 1, 2, 3, 7 is same as sigma of എന്തായിരിക്കും കുട്ടികളെ? സിഗ്മ ഓഫ് അതിലില്ലാത്ത ഇൻഡെക്സുകൾ അല്ലേ? ഏതൊക്കെയാണ്? 0, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ആബ്സെന്റ് ആണ്, 5 ആബ്സെന്റ് ആണ്, 6 ആബ്സെന്റ് ആണ്, 7% ആണ്. So FD is actually 0, 4, 5, 6. That implies both F and FDs are same. They are having same min terms. So they are self-dual functions as expected. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒന്നുമില്ല, നമ്മൾ ഈ ഫംഗ്ഷൻ സെൽഫ് ഡ്യുവൽ ആണെന്ന് നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ബേസ്ഡ് ഓൺ അവർ ലോജിക്. അത് നമ്മൾ വെരിഫൈ ചെയ്തു, അത്രേ ഉള്ളൂ. ആ ഫംഗ്ഷൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതി, ഫംഗ്ഷൻ ആയിട്ട് തന്നെ എഴുതി, റൈറ്റ്? അതിന്റെ ഡ്യുവൽ എടുത്തു. ഡ്യുവൽ എടുത്തിട്ട് അതിന്റെ മാക്സ് ടേംസ് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്തു. ആ മാക്സ് ടേംസ് മെയിൻ ടേംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഒറിജിനൽ ഫംഗ്ഷനായിട്ട് കമ്പയർ ചെയ്തപ്പം സെയിം min terms തന്നെയാണ്. That implies the function and the dual of the function FD both are same. F equal to FD. That implies self-dual function. Right. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ളത് വേണമെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. Excuse me, sir. ഓക്കെ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? സംശയങ്ങളുണ്ടോ? എനി ഇഷ്യൂസ്? പ്രോബ്ലം? Excuse me, sir. You are not hearing us while asking doubt. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുന്നുണ്ടോ? അതാണ് എനിക്ക് കേൾക്കാൻ പറ്റാത്തത്. എന്റെ സ്പീക്കർ ഓഫ് ആയിരുന്നു. ശരിയാണ്. ഇനി ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചേ. എന്റെ സ്പീക്കറെ മ്യൂട്ട് ആയിരുന്നു, അതുകൊണ്ടാ ഓഫ് ആയിരുന്നു. Excuse me, sir. ഇപ്പൊ ഓക്കെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ചോദിക്കേണ്ട ഡൗട്ട്സ് ഉണ്ടോ? ചോദിക്കുക കേട്ടോ. സർ, നമ്മൾ മിൻ ടേം മാത്രം എന്തിനാണ് കൺസിഡർ ചെയ്യുന്നത്? മാക്സ് ടേം കൺസിഡർ ചെയ്താൽ ഏതിലാണ്? നമ്മൾ ഈ സെൽഫ് ഡ്യുവൽ ഫംഗ്ഷൻ എടുക്കും, മിൻ ടേംസ് അല്ലേ കൺസിഡർ ചെയ്തത്? അതെ.
അതിന് പകരം മാക്സ് ടേം കൺസിഡർ ചെയ്യാമോ? റൈറ്റ്, കൺസിഡർ ചെയ്യാം എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് നമ്മൾ പെയർ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഫംഗ്ഷൻ എക്സ്പ്രസ് ചെയ്യുമ്പം എഫ് ഈക്വൽ ടു പൈ ഓഫ് 0 1 2 3 എടുക്കുക. അത് സെൽഫ് ഡ്യുവൽ ആണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ ആണോ? അതായത് ഇതുപോലെ തന്നെ പെയർ ആക്കാൻ പറ്റുമോ? മിൻ ടേം പെയർ ചെയ്യുന്ന പോലെ തന്നെ ഇതേപോലെ തന്നെ പെയർ ചെയ്യണം. ഇതേപോലെ തന്നെ പെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇത് പൈ ആക്കിയിട്ട് എഴുതിയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ ആണോ? എന്നൊരു റിസൾട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ടില്ല, നിങ്ങൾ നോക്കിയിട്ട് പറയാം. ഓക്കെ, റൈറ്റ്. എനി അതർ ഡൗട്ട്സ്? ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ? Right, so let us move to the another topic. Right. Let us have another question. Question number 2, today's class. Identify the minterms of the function f of a comma b comma c equals a bar plus bc. A bar plus bc. Identify the minterms of the function f of a b c equals a bar plus bc. Options are sigma 0 1 2 3. Second option sigma 0 1 2 3 7. Fourth option sigma, third option sigma 4 5 6 and 7. Fourth option none of the above. Identify the minterms of the function a bar plus bc. ഈ ടൈപ്പ് പ്രോബ്ലം നമ്മൾ മുമ്പിൽ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ പ്രോബ്ലംസ് റിപ്പീറ്റ് ചെയ്യണേ നിങ്ങൾ പറയണേ. സെയിം പ്രോബ്ലം ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ടോ? Right. So what's your answer? Sonia is answering option B. Right. How to identify the minterms of a given function? How to identify the minterms of a given function? Anju, Nidu, Anoop answering option B. Very good. Right. Okay. Right. പെട്ടെന്ന് പറയാം, എളുപ്പവഴി പറയാം. മിൻടേംസ് എപ്പോഴും ഫംഗ്ഷൻ 1 റിട്ടേൺ ചെയ്യുന്ന ടേംസ് ആണ് നിങ്ങൾക്കറിയാം അല്ലേ? മിൻടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി സിയുടെ കോമ്പിനേഷൻസ് ആണ്. ആ കോമ്പിനേഷൻസ് എന്ത് റിട്ടേൺ ചെയ്യണം? 1 റിട്ടേൺ ചെയ്യണം. ഇവിടെ വേരിയബിൾസ് 3 പറഞ്ഞിട്ടുണ്ട്, എ ബി സി. അപ്പം 8 കോമ്പിനേഷൻസ് നമുക്ക് പോസിബിൾ ആണെന്ന് നമുക്കറിയാം. റൈറ്റ്. ഇതൊന്നും എക്സാമിനേഷൻ ഹോളിൽ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. റൈറ്റ്. എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറയാം. എക്സാമിനേഷൻ ഹാളിൽ അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ? കോമ്പിനേഷൻസ് നോക്കേണ്ട ആവശ്യമില്ല. 100 101 110 111. അപ്പൊ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എ കോമ ബി കോമ സി 1 ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഐദർ ഫസ്റ്റ് ടേം 1 ആയാൽ മതി അല്ലേ, അല്ലെങ്കിൽ സെക്കൻഡ് ടേം 1 ആയാൽ മതി, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് 1 ആയാൽ മതി അല്ലേ? അപ്പൊ ഫസ്റ്റ് ടേം 1 ആവണമെങ്കിൽ, ഫംഗ്ഷൻ 1 ആവണമെങ്കിൽ ഫസ്റ്റ് ടേം 1 ആയാൽ മതി, സെക്കൻഡ് ടേം 1 ആയാൽ മതി, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് 1 ആയാലും കുഴപ്പമില്ല, ഫംഗ്ഷൻ 1 ആയിരിക്കും.
അപ്പം എ ബാർ 1 ആവണമെങ്കിൽ എയുടെ വാല്യൂ എന്തായിരിക്കണം? എ ബാർ 1 ആവണമെങ്കിൽ എയുടെ വാല്യൂ 0 ആയിരിക്കണം അല്ലെ? അപ്പം എയുടെ വാല്യൂ 0 വരുന്ന എല്ലാ കോമ്പിനേഷൻസിനും ഈ ഫംഗ്ഷൻ എന്താണ് റിട്ടേൺ ചെയ്യുക? 1 അല്ലേ റിട്ടേൺ ചെയ്യുക? ഓക്കെ ആണോ? അപ്പം എയുടെ വാല്യൂ 0 വരുന്ന എല്ലാ കോമ്പിനേഷൻസിലും ഈ ഫംഗ്ഷൻ 1 റിട്ടേൺ ചെയ്യും അല്ലെ? ഏതൊക്കെ കോമ്പിനേഷൻസ്? 000, min term 0, 001, min term 1, 010, min term 2, 011, min term 3. അപ്പൊ അതിൽ ഏതൊക്കെ min terms മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം? 0, 1, 2 and 3. ഇനി അത് മാത്രം മതിയോ? ബിയും സിയും 1 ആവുന്ന കേസും കൂടെ വരാം അല്ലെ? ബി ഡോട്ട് സി 1 ആവണം അല്ലെ? അതിന്റെ കണ്ടീഷൻ എന്താ? ആൻഡ് ഓപ്പറേഷൻ ആണല്ലോ. ബിയും 1 ആയിരിക്കണം സൈമൾട്ടേനിയസ്ലി, അതേ സമയം തന്നെ സിയും എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പൊ ബിയും സിയും ഒരുമിച്ച് 1 ആവുന്ന കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്? ഒരെണ്ണം ഇവിടെയുണ്ട്, കറസ്പോണ്ടിങ് ടു 3. അത് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്, അത് വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ല. റൈറ്റ്. ഇനി അത് മാത്രമാണോ? ഇവിടെ ഒരു കോമ്പിനേഷൻ ഉണ്ട്, 111. അതിലും ബിയും സി എന്താണ്? 1 ആണ് അല്ലെ? സോ ഏതും കൂടെ എടുക്കണം? 7 കൂടെ എടുക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സോ എത്ര സം ടൈംസ് ഉണ്ടോ ആ ഇൻഡിവിജ്വൽ വേരിയബിൾസ് 1 ആവുന്ന കോമ്പിനേഷൻസ് എല്ലാം ഐഡന്റിഫൈ ചെയ്യുക. ആ കോമ്പിനേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേംസ് ആയിരിക്കും ഫംഗ്ഷന്റെ മിൻ ടേം. യൂണിയൻ ആണ്, ഓർ ആണ് അല്ലെ? സോ ബി സിയുടെ മിൻ ടേംസ് 0,7, എ ബാറിന്റെ മിൻ ടേംസ് ഏതൊക്കെയാ? 0, 1, 2 and 3. അപ്പൊ യൂണിയൻ ആണ്, ഓർ ആണ് അല്ലെ? ഓർ ആണ്. സോ 0, 1, 2, 3 and 7. So this is 3 and 7. Sorry, 3,7. ക്ലിയർ ആണോ? ബുദ്ധിമുട്ടുണ്ടോ? സോ വാട്ട് ആർ ദ മാക്സ് ടേംസ് കറസ്പോണ്ടിങ് ടു ദ ഫംഗ്ഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ ചെയ്യും? ഈസി ആയിട്ട് ഇതേപോലെ തന്നെ മിൻ ടേംസ് കണ്ടെത്താ. മാക്സിൽ ഇൻഡെക്സ് ഏതൊക്കെ ആയിരിക്കും? മിന്നിൽ ഇല്ലാത്ത ഇൻഡെക്സുകളായിരിക്കും. ഏതൊക്കെയാ? 0, 1, 2, 3, 4 ഇല്ല, 5 ഇല്ല, 6 ഇല്ല. 5 of 4, 5, 6. 4 കൂടെ ഉണ്ടാവുമല്ലോ. റൈറ്റ്, 4 കൂടെ ഉണ്ടാവും. 4, 5, 6. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? അപ്പൊ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ മിൻ ടേംസ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം, മാക്സ് ടേംസ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. എപ്പോഴും മിൻ ടേംസ് ആദ്യം വാലേറ്റ് ചെയ്യാം, എന്നിട്ട് മാക്സ് ടേംസ് ഐഡന്റിഫൈ ചെയ്യാം. ഇത് ഏറ്റവും ബോറായിട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കൂടെ പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ എ ബാർ പ്ലസ് ബി സിയുടെ മിൻ ടേംസ്, എ ബാർ പ്ലസ് ബി സിയുടെ മിൻ ടേംസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയ സമയത്ത് ഇത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല അല്ലെ? ഇവിടെ എ വേരിയബിൾ മാത്രമേ ഉള്ളൂ, ഇവിടെ ബി സി ഉണ്ട്, എ വേരിയബിൾ ആബ്സെന്റ് ആണ് സെക്കൻഡ് ടേമിൽ അല്ലെ? അപ്പം സെക്കൻഡ് വേരിയബിളില് സെക്കൻഡ് ടേമില് ബിയും സിയും ഉണ്ട്. അവിടെ നമ്മൾ എ എങ്ങനെ കൊണ്ടുവരും? എ ബാർ പ്ലസ് എ എന്ന് പറഞ്ഞൊരു ടേം ഇൻസേർട്ട് ചെയ്യുന്നു, പ്രൊട്ടക്ട് വിത്ത് ബി ഡോട്ട് സി. ഫംഗ്ഷൻ മാറുമോ? എ ബാർ പ്ലസ് എ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. 1 ഡോട്ട് ബി സി എന്ത് തന്നെയായിരിക്കും? ബി സി തന്നെയായിരിക്കും അല്ലെ? അപ്പൊ അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? എ ബാർ ബി സി ആയിട്ട് മാറും, പ്ലസ് എ ബി സി ആയിട്ട് മാറും. ശരിയല്ലേ? അപ്പൊ അത് രണ്ടും സ്റ്റാൻഡേർഡ് ഫോമിലായി. ഓക്കെ ആണോ? റൈറ്റ്. ഇതൊരിക്കലും എക്സാമിനേഷൻ ഹാളിൽ ഫോളോ ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ടേമില് ബിയും സിയും മിസ്സിംഗ് ആണ്. അപ്പൊ ആദ്യം ഞാൻ അതിൽ ബി ടേം കൊണ്ടുവരുന്നു. എ ബാർ ഡോട്ട് ബി പ്ലസ് ബി ബാർ. അതിൽ പ്രശ്നങ്ങളുണ്ടോ? ബി പ്ലസ് ബി ബാർ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. 1 ഡോട്ട് എ ബാർ തന്നെ ആയിരിക്കും. ഓക്കെ ആണോ? റൈറ്റ്. സോ എ ബാർ ബി പ്ലസ് എ ബാർ ബി ബാർ പ്ലസ് ലാസ്റ്റ് 2 ടേംസ് സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ്. 3 വേരിയബിൾസും ഉണ്ട്. ഫസ്റ്റ് 2 ടേംസില് സി വേരിയബിള് മിസ്സിംഗ് ആണ്. അപ്പം എ ബാർ ബിന്റെ കൂടെ സി വേരിയബിൾ കൊണ്ടുവരുന്നു, സി ബാർ പ്ലസ് സി. സി ബാർ പ്ലസ് സി എപ്പോഴും 1 ആയിരിക്കും. അതിന്റെ പ്രൊഡക്റ്റ് എ ബാർ ബി തന്നെയായിരിക്കും. പ്ലസ് അഗെയിൻ സെക്കൻഡ് ടേമിന്റെ കൂടെ സി വേരിയബിൾ കൊണ്ടുവരും, സി പ്ലസ് സി ബാർ പ്ലസ് ലാസ്റ്റ് 2 ടേംസ് സ്റ്റാൻഡേർഡ് ഫോമിലാണ്. ഐ ആം കീപ്പിംഗ് ആസ് സച്ച്. Right. So this will become a bar b c bar
plus A bar BC plus A bar B bar C plus A bar B bar C bar plus last two terms A bar BC plus A B C. Okay, Analo. Right. ABC is triple one, that is M7, minterm 7. A bar BC is 011, so minterm 3. A bar B bar C bar is 000, so that is minterm 0. 001, minterm 1. 011, minterm 3. 010, minterm 2. So I have 0, 1, 2, and a 7. So this is equivalent to sigma 0, 1, 2, 3 and 0, 0, 1, 2, 3 and 7. Okay, now, and this is not required, length here. And that is a standard procedure. Okay, now. Any doubts? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സോ ഒരു ഫംഗ്ഷൻ തരാം, മിൻ ടൈംസ് ഏതൊക്കെയാന്ന് ഐഡന്റിഫൈ ചെയ്യാം, ചോദിക്കാം. ഓക്കെ ആണോ? റൈറ്റ്, ലെറ്റ് us have another question. കോപ്പി ചെയ്ത് കഴിഞ്ഞില്ല നിങ്ങൾ? കോപ്പി ചെയ്താ? ഓക്കെ അല്ലേ? റൈറ്റ്. സോ ലെറ്റ് us have another question. Question number 3. Given f of a comma b comma c equals a plus x b, a plus x b, a plus x b. Obtain the value of x. Obtain the value of x such that obtain the value of x such that the function f of a comma b comma c equals sigma 2, 4, 5, 6, 7. 2, 4, 5, 6, 7. Options are x equal to c, x equal to c bar, third option x equal to a, x equal to a complement. അങ്ങനെയും ചോദിക്കാം. So based on the concept of minterms, a plus xp. അപ്പം നമ്മൾ അതെന്താ അറിയില്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. Let us apply what you have learned. A plus x dot p. A, B, C. 0, 0, 0, 0, 1, 0, 1, 0, 0, 1, 1, 1, 0, 0, 1, 0, 1, 1, 1, 0, 0, 1. And the minterms are 2, 4, 5, 6. So 2, 4, 5, and 6. All other cases, zeros. Five, 6, 7. Sorry, 7 is also 1. All other cases, zeros. 2, 4, 5, 6, 7. 2, 4, 5, 6, 7.
So all 4 midterms, that is 4, 5, 6, 7, will be taken care by the variable a. അല്ലേ? a 1 ആവുന്ന സമയത്താണല്ലോ ഫംഗ്ഷൻ എന്തായാലും 1 ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക അല്ലേ? പ്ലസ് എക്സ് പി 1 ആവുന്ന സിറ്റുവേഷൻ അല്ലേ? അപ്പം a 1 ആവുന്ന സിറ്റുവേഷൻ ആണ് 4 കോമ്പിനേഷൻ അവസാനത്ത് അല്ലേ? ആ 4 മിൻ ടേംസ് 4, 5, 6, 7 ആണ്. അതൊക്കെ നമ്മുടെ മിൻ ടേംസിൽ വന്നിട്ടുണ്ട്. 4, 5, 6, 7. സോ a will contribute 4, 5, 6, 7 അല്ലേ? Then the missing min term is this one, 0, 1, 0. So x dot b should contribute a 1 if a, b, c values are 0, 1, 0. Shirala, that is my 2. So b is already there. So b should be 1. b is already there. Right? Then what about x? x എന്തായിരിക്കണം? x എന്തായിരിക്കണം? c 0 ആവുന്ന സമയത്ത് x ഡോട്ട് ബി, c 0യും b 1 ആവുന്ന സമയത്ത് x ഡോട്ട് ബി 1 പ്രൊഡ്യൂസ് ചെയ്യണം. സോ b ഓൾറെഡി 1 ആണ്. a 0യും c 0 ആവുന്ന സമയത്ത് x ഡോട്ട് ബി 1 ആവണം if b equal to 1. So x is equal to, in terms of c 0 ആണെങ്കിൽ പ്രൊഡക്റ്റ് 1 ആവണമെങ്കിൽ x should be c complement. c complement. a complement ആവാൻ പറ്റുമോ? a complement ആവാൻ പറ്റുമോ xന്റെ വാല്യൂ? a കോംപ്ലിമെന്റ് ആവാൻ പറ്റും എക്സിന്റെ വാല്യൂ? എക്സിന്റെ വാല്യൂ ശ്രദ്ധിച്ചിരിക്കണം. എക്സിന്റെ വാല്യൂ a കോംപ്ലിമെന്റ് ആണെങ്കിൽ സെക്കൻഡ് ടേം വിൽ ബി a ബാർ ഡോട്ട് പി ആയിട്ട് മാറും അല്ലേ? a ബാർ ഡോട്ട് പി. ശരിയല്ലേ? സോ ഇഫ് a equal to 0, b equal to 1, then also the function will be 1. ആ ഒരു സിറ്റുവേഷൻ എവിടെ വരുന്നുണ്ട് നിങ്ങൾ നോക്കിയേ. എവിടെ നോക്കിയേ? ഈ കേസ് നോക്കിയേ. 0, 1, 1. a, b, c. 0, 1, 1. 0, 1, 1ല് a 0 ആണ്, b 1 ആണ് അല്ലെ? അപ്പം a ബാർ b 1 ആയിട്ട് മാറും. അപ്പൊ 0, 1, 1ല് ഫംഗ്ഷൻ 1 ആയിട്ട് മാറും. അങ്ങനെ മാറാൻ പാടുണ്ടോ? 0, 1, 1 കറസ്പോണ്ടിങ് ടു മിൻ ടൈം 3 ആണ് അല്ലെ? മിൻ ടൈം 3 ഇവിടെ വന്നിട്ടുണ്ടോ ഫംഗ്ഷന്റെ എക്സ്പ്രഷനില്? ഇല്ല. അപ്പൊ അത് a കോംപ്ലിമെന്റ് ആയിരുന്നെങ്കിൽ 0, 1, 1 കോമ്പിനേഷനില് ആ ഫംഗ്ഷൻ 1 ആവും. 0, 1, 1 എന്ന് പറഞ്ഞാൽ മിൻ ടേം 3 ആണ്. അപ്പൊ ആ മിൻ ടേം 3 ഇവിടെ പ്രസന്റ് ആവണം. ആയിട്ടുണ്ടോ? ഇല്ല. സോ x cannot be a complement. So the right choice is x equal to c complement. ഓക്കെ ആണോ? ക്ലിയർ ആണ്? ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് മിൻ ആൻഡ് മാക്സ് ടേംസ്. വളരെ സിമ്പിൾ ആണ്. ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാവുന്ന. ഓക്കെ ആണോ? റൈറ്റ്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് തേർഡ് തിയർ ആണ്. മെയിൻ ആയിട്ടുള്ള തേർഡ് തിയർ ആണ്. രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. ഒന്ന് ഡിമോർഗൻസ് തിയറം, 2 സ്റ്റേറ്റ്മെന്റ്സ്. പിന്നെ ഒന്ന് ഡുവാലിറ്റി തിയറം. ഡുവാലിറ്റി തിയറം നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ അപ്ലൈ ചെയ്തു. യൂസ്ഫുൾ ആയിട്ടുള്ള തിയർ ആയിരുന്നു ഡുവാലിറ്റി തിയറം. ദെൻ ദ തേർഡ് വൺ ഈസ് കോൺസെൻസസ് തിയറം. അപ്പം കോൺസെൻസസ് തിയറം എന്താണെന്ന് മാത്രം പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. റൈറ്റ്. സോ ജസ്റ്റ് ഞാൻ കോൺസെൻസസ് തിയറം എന്താണെന്ന് പറയാം. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലോട്ട് മാറ്റി വെച്ചാൽ മതിയോ? സോ വിൽ സ്റ്റാർട്ട് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ ആണോ? കോൺസെൻസസ് തിയറം നമ്മൾ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. 5 മിനിറ്റ് നേരത്തെയാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ. റൈറ്റ്. സംശയം ചോദിച്ചോളൂ. ഷനിയ പറയൂ. ഹലോ. ആ റൈറ്റ്, പറയൂ. ഇതൊന്നും പറയാവോ? ഏതാണ് പറയേണ്ടത് ഷനിയ? അത് ഞാൻ പറയാം കേട്ടോ. ഹോൾഡ് ചെയ്യാം. അപ്പൊ ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യേണ്ടവർക്ക് ലീവ് ചെയ്യാം. ഒരു ഡൗട്ടും കൂടെ ഉണ്ട്, അത് ഞാൻ അഡ്രസ് ചെയ്യാം. അപ്പൊ ബാക്കി
പോർഷൻസ്. അതായത് നെക്സ്റ്റ് പോർഷൻ നമുക്ക് കോൺസെൻസസ് തിയർ ആണ്, ഇമ്പോർട്ടന്റ് തിയർ ആണ്. അപ്പോൾ അടുത്ത ക്ലാസ് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ആ റെക്കോർഡ് സെഷൻസ് കാണാം. ആ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ കോൺസെൻസസ് തിയറം, ഡുവൽ ഓഫ് കോൺസെൻസസ് തിയറം പ്ലസ് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ കോമ്പിനേഷൻ സർക്യൂട്ട്സ് കെ മാപ്പ് ഓർ മൾട്ടിപ്ലക്സറിലോട്ട് നമ്മൾ മൂവ് ചെയ്യും. കെ മാപ്പ് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലക്സറിലോട്ട് മൂവ് ചെയ്യും. സിംപ്ലിഫിക്കേഷൻ ടൂളാണ് കെ മാപ്പ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൾട്ടിപ്ലക്സറിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ് മിസ് ചെയ്യാതിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കോൺസെൻസസ് തിയറം. മിസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. റൈറ്റ്, നിങ്ങൾ ചോദിച്ച ചോദ്യം ലാസ്റ്റ് പ്രോബ്ലം ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. ഓക്കെ, സോ വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. സോ ശനിയെ ശ്രദ്ധിക്കുക കേട്ടോ. a+xb ആണ് നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. ഓക്കെ, തന്നിട്ടുണ്ട്. Obtain the value of x such that the function f of abc equal to sigma 2, 4, 5, 6, 7. ഇപ്പം നമ്മുടെ ഫംഗ്ഷൻ a പ്ലസ് എക്സ് ഡോട്ട് ബി ആണ്. അതെന്തായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്? സിഗ്മ 2, 4, 5, 6, 7. 2, 4, 5, 6, 7. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2, 4, 5, 6, 7. റൈറ്റ്. അപ്പം നമ്മൾ 3 വേരിയബിൾ ഫംഗ്ഷൻ ആണ് ഇത് എ ബി സി. നമ്മൾ അതിന്റെ കോമ്പിനേഷൻസ് എഴുതി നോക്കുമ്പം 3 വേരിയബിൾ ആയതുകൊണ്ട് 8 കോമ്പിനേഷൻസ് പോസിബിൾ ആണെന്ന് നമുക്കറിയാം. 2 power 3 is 8. 8 combinations are possible. Okay. And the function a plus xb will be equal to 1 if a equal to 1 or x dot b equal to 1 or both x dot b and a are equal to 1. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഷനിയ? റൈറ്റ്. ഓക്കെ, സോ എ 1 ആവുന്ന കോമ്പിനേഷൻസ് ലാസ്റ്റ് 4 കോമ്പിനേഷൻസ് ആണ് നമുക്കറിയാലോ, ശരിയല്ലേ? അതിന്റെ മിൻ ടേംസ് ഏതൊക്കെയാന്ന് നമുക്കറിയാലോ. ഏതൊക്കെയാ മിൻ ടേംസ് വരിക? 1, 4, 4 എന്ന് പറഞ്ഞാൽ 4 അല്ലേ? സോ മിൻ ടേം 4, ഇത് മിൻ ടേം 5, ഇത് മിൻ ടേം 6, ഇത് മിൻ ടേം 7. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന 4, 5, 6, 7 ലാസ്റ്റ് 4 മിൻ ടേംസ് ആര് ടേക്ക് കെയർ ചെയ്തോളും? എ എന്ന് പറഞ്ഞ വേരിയബിള് ടേക്ക് കെയർ ചെയ്തോളും. എന്തുകൊണ്ടാ? എ 1 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ എഫ് എന്തായിരിക്കും? എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കല്ലോ. എ 1 ആയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ 1 ആയിരിക്കല്ലോ. 1 പ്ലസ് എക്സ് ഡോട്ട് ബി എപ്പോഴും 1 തന്നെയാണല്ലോ. റൈറ്റ്. ഓക്കെ, അപ്പം റിമൈനിങ് ആയിട്ടുള്ള മെയിൻ ടേംസ് ഏതാണ്? 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ എ ബി സിയുടെ ഏത് കോമ്പിനേഷൻ ആണ്? 0, 1, 0 ആണ്. ശരിയല്ലേ? 0, 1, 0. അപ്പം ആ കണ്ടീഷനിലും ഫംഗ്ഷൻ 1 ആവണമെങ്കിൽ എന്തായാലും എ അവിടെ 0 ആണ്. അപ്പൊ ഫസ്റ്റ് ടേം എന്തായാലും 1 കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. അപ്പൊ സെക്കൻഡ് ടേം എക്സ് ഡോട്ട് ബി ഷുഡ് ബി ഈക്വൽ ടു 1. ഏതാ കോമ്പിനേഷൻ? അറ്റ് എ ബി സി ഈക്വൽ ടു 0, 1, 0. ശരിയല്ലേ? എ ബി സി 0, 1, 0 കോമ്പിനേഷൻ വരുന്ന സമയത്ത് എക്സ് ഡോട്ട് ബി എന്നുള്ളത് 1 ആയിരിക്കണം. അപ്പൊ ബി ഓൾറെഡി ഇവിടെ 1 ആണ് അല്ലെ? അപ്പം ഈ കോമ്പിനേഷൻ വരുമ്പം ബി 1 ആയതുകൊണ്ട് പ്രൊഡക്റ്റ് 1 ആവണമെങ്കിൽ എക്സും എന്തായിരിക്കണം? 0 ആവാൻ പറ്റുമോ? ഇല്ല, എക്സും 1 ആയിരിക്കണം. ഓക്കെ ആണോ? എക്സും 1 ആയിരിക്കണം. അപ്പൊ എക്സിന് 1 ആവാനുള്ള കണ്ടീഷൻ ഒന്നുകിൽ ബി ആവാന്നുള്ളതാണ്, റൈറ്റ്, അല്ലെങ്കിൽ സി ബാർ ആവാന്നുള്ളതാണ്, അല്ലെങ്കിൽ എ ബാർ ആവാന്നുള്ളതാണ്. ശരിയല്ലേ? ഈ കോമ്പിനേഷൻ 0, 1, 0 അപ്പിയർ ചെയ്യുന്ന സമയത്ത് എക്സ് 1 ആവണമെങ്കിൽ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉള്ളത്? എക്സ് ഈക്വൽ ടു ബി ആയാൽ മതി ഒരു കേസ്. എക്സ് ഈക്വൽ ടു സിയുടെ കോംപ്ലിമെന്റ് ആയാൽ മതി, ബിക്കോസ് സി ഈക്വൽ ടു 0 അല്ലെ? അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ആയാലും മതി. ശരിയല്ലേ? ഓക്കെ ആണോ?
അപ്പം എക്സ് ഈക്വൽ ടു ബി ആയി കഴിഞ്ഞാൽ ശരിയാണോ? ക്ലിയർ ആണോ ഷാനിയ? ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യണോ? ഓക്കെ ആണോ? എക്സ് ഈക്വൽ ടു ബി ആയി കഴിഞ്ഞാൽ ഓക്കെ ആണോ? ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. റൈറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. റൈറ്റ് ഓക്കെ, നോ പ്രോബ്ലം. എക്സ് ഈക്വൽ ടു ബി ആണെങ്കിൽ ഇത് എ പ്ലസ് ബി ഡോട്ട് ബി ആയിട്ട് മാറും അല്ലെ? ദാറ്റ്സ് ഈക്വൽ ടു എ പ്ലസ് ബി അല്ലെ? അപ്പം എ പ്ലസ് ബി 1 ആവുന്ന കേസ് ഇവിടെ വരും അല്ലെ? ഇവിടെ വരും. ഇവിടെ എ പ്ലസ് ബി 1 അല്ലേ? ബി 1ഉം എ 0 അല്ലേ? അപ്പം ഇവിടെ മീൻ ടേം 3 ഫംഗ്ഷന്റെ ഔട്ട്പുട്ടിൽ വരും. 3 നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അതായത് എക്സ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇത് എ പ്ലസ് ബി ആയിട്ട് മാറും. അപ്പൊ ബി 1 ആവുന്ന എല്ലാ മീൻ ടേംസും വരും അല്ലെ? ബി 1 ആവുന്ന എല്ലാ മീൻ ടേംസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 6 ഉണ്ടാവും, 7 ഉണ്ടാവും. 6 നമുക്ക് കുഴപ്പമില്ല, 6 വേണ്ടതാണ്. 7 വേണ്ടതാണ്, കുഴപ്പമില്ല. 2 വേണ്ടതാണ്, അതും കുഴപ്പമില്ല. ബട്ട് 3യും കൂടെ കയറി വരും. അത് പറ്റുമോ? ഇല്ല. സോ എക്സ് cannot be b. Then let me take the last case, x equal to a complement. x a complement ആണെങ്കിൽ എന്താ സംഭവിക്കുക? x a complement ആണെങ്കിൽ this expression will be a plus a bar b. a plus a bar b എന്ത് തന്നെയാണ് കുട്ടികളെ? എന്ത് തന്നെയാണ് a plus a bar b? ഈക്വൽ ടു a plus b തന്നെയാണ്. അപ്പൊ a bar വരാൻ പറ്റുമോ? ഇല്ല. സോ from the options you can go for x equal to c complement. Okay ആണോ ഷനിയ? Yes or no? Okay, sir. Thank you. Right. Okay. So let us wind up today's session. Thank you all. Thank you for listening. Thank you for your patience. We'll meet next time. Okay. Bye-bye.